ഫ്രണ്ട്സ് എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് കമ്പനിയും കമ്പനിയുടെ ഓഡിറ്റേഴ്സും. ആരെയെല്ലാം ഒരു കമ്പനിയുടെ ഓഡിറ്ററായിട്ട് അപ്പോയിന്റ് ചെയ്യാൻ പറ്റും, അദ്ദേഹത്തിന് ഉണ്ടായിരിക്കേണ്ട ക്വാളിഫിക്കേഷൻസ് എന്തെല്ലാമാണ്, ആരെയെല്ലാം ഓഡിറ്ററായിട്ട് അപ്പോയിന്റ് ചെയ്യാൻ പറ്റില്ല, എപ്പോഴും ഒരു ഓഡിറ്റർ ഡിസ്ക്വാളിഫൈ ആവും, ആ ഓഡിറ്ററുടെ റെമ്യൂണറേഷൻ തീരുമാനിക്കേണ്ടത് ആരാണ്, എപ്പോഴാണ് ഒരു ഓഡിറ്ററെ അപ്പോയിന്റ് ചെയ്യേണ്ടത്, ഒരു ഓഡിറ്ററെ അപ്പോയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തെ റിമൂവ് ചെയ്യാൻ പറ്റുമോ, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. കമ്പനീസ് ആക്ടിലെ ചാപ്റ്റർ 10 സെക്ഷൻ 139 ടു സെക്ഷൻ 148 ആണ് ഈ കമ്പനി ഓഡിറ്ററുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യുന്ന ചാപ്റ്റർ ആണത്. സെക്ഷൻ 139 ടു സെക്ഷൻ 148 ഓഫ് കമ്പനീസ് ആക്ട്, ചാപ്റ്റർ 10 ഓഫ് കമ്പനീസ് ആക്ട്. നമുക്ക് ആദ്യം നോക്കാം എന്താണ് ഒരു ഓഡിറ്റർക്ക് ഉണ്ടാവേണ്ട ക്വാളിഫിക്കേഷൻ. നമ്മൾ ഈ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. എല്ലാവരും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ഒരു 50 ലൈക്സ് എങ്കിലും നമുക്ക് ഈ വീഡിയോക്ക് ഉണ്ടാവണം, എങ്കിൽ നമുക്ക് ഒരു പുതിയ വീഡിയോ ചെയ്യാൻ ആവേശം ഉണ്ടാവും. ലൈക്സ് ഒരു പ്രധാന ഘടകമാണ്. ഓക്കെ, ലൈക്സ് വളരെ കുറഞ്ഞു വരുന്നു. നിങ്ങൾ എല്ലാവരും പോയി ഒന്ന് വീഡിയോ ലൈക്സ് ചെയ്യുക. ഓക്കെ, നോക്കാം. ക്വാളിഫിക്കേഷൻ ഓഫ് ഓഡിറ്റർ, സെക്ഷൻ 141(1) ആൻഡ് സെക്ഷൻ 141(2). 141(1) വരാം. A person shall be eligible to be appointed as an auditor only if he is a chartered accountant. ഒരു കമ്പനിയുടെ ഓഡിറ്ററായിട്ട് ഒരാളെ അപ്പോയിന്റ് ചെയ്യണമെങ്കിൽ അദ്ദേഹം ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആയിരിക്കണം. നമുക്കൊരു ഇൻഡിവിജ്വലിനെ കമ്പനിയുടെ ഓഡിറ്ററായിട്ട് അപ്പോയിന്റ് ചെയ്യാം, അദ്ദേഹം ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആയിരിക്കണമെന്നത് നിർബന്ധമാണ്. ACCAയോ CMAയോ CSO BComോ MComോ അവരെ ഒന്നും കമ്പനിയുടെ ഓഡിറ്ററായിട്ട് അപ്പോയിന്റ് ചെയ്യാൻ പറ്റില്ല. കമ്പനി നിയമം 2013 പറയുന്നത് ഒരു കമ്പനിയുടെ ഓഡിറ്റർ ആവണമെങ്കിൽ ആ ഇൻഡിവിജ്വൽ ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആയിരിക്കണം. ആരാണ് ചാർട്ടേഡ് അക്കൗണ്ടന്റ് എന്നുള്ളത് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, നമുക്കത് വഴിയെ പറയാം ആരാണ് ചാർട്ടേഡ് അക്കൗണ്ടന്റ്. അതേപോലെ ഒരു ഫേമിനെ നമുക്ക് അപ്പോയിന്റ് ചെയ്യാം. ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഫേമിനെ അല്ലെങ്കിൽ ഒരു LLPയെ നമുക്ക് ഓഡിറ്ററായിട്ട് അപ്പോയിന്റ് ചെയ്യാം. പക്ഷെ ആ ഫേമിലെ മെജോറിറ്റി ഓഫ് ദി പാർട്ട്നേഴ്സ് ഇൻ ഇന്ത്യ, അവരെന്തായിരിക്കണം, പ്രാക്ടീസിങ് ഇൻ ഇന്ത്യ ആയിരിക്കണം ആൻഡ് ആർ ക്വാളിഫൈഡ് ഫോർ അപ്പോയിന്റ്മെന്റ് ആസ് എൻ ഓഡിറ്റർ. അവർക്ക് ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം. എന്താണ് ക്വാളിഫിക്കേഷൻസ്? അത് സെക്ഷൻ 1 അവര് ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആയിരിക്കണം. അതിലെ മെജോറിറ്റി ഓഫ് ദി പാർട്ട്നേഴ്സ്, ആ ഫേമിലെ മെജോറിറ്റി ഓഫ് ദി പാർട്ട്നേഴ്സ് ഷുഡ് ബി പ്രാക്ടീസിങ് ഇൻ ഇന്ത്യ. അങ്ങനെയാണെങ്കിൽ ആ ഫേമിന്റെ പേരിൽ നമുക്ക് ഒരു കമ്പനിയുടെ ഓഡിറ്റർ ആയിട്ട് അപ്പോയിന്റ് ചെയ്യാം. ഓക്കെ, ഇനി സെക്ഷൻ 141(2) പറയുന്നത് നമ്മളൊരു ഫേമിനെ ഓഡിറ്റർ ആയിട്ട് അപ്പോയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഇൻക്ലൂഡിങ് LLP എന്ന് പറഞ്ഞാൽ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ്, അതായത് ഒരു ഫേം LLP അവരെ ഓഡിറ്റർ ആയിട്ട് അപ്പോയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ LLPയിൽ ചിലപ്പോൾ ചാർട്ടേഡ് അക്കൗണ്ടന്റ് അല്ലാത്ത വേറെയും ചില ആളുകൾ ഉണ്ടാവാം. ആ ഓഡിറ്റ് ഫേമിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റ് അല്ലാത്ത വേറെയും ചില ആളുകൾ ഉണ്ടാവാം. പക്ഷേ അത് സൈൻ ചെയ്യാനുള്ള അധികാരം ചാർട്ടേഡ് അക്കൗണ്ടന്റിന് മാത്രമാണ്. A firm including LLP is appointed as an auditor of the company. Only the chartered the partners who are chartered accountant is authorized to act and sign on behalf of the firm. ആ ഫേമിന് വേണ്ടിയിട്ട് അത് സൈൻ ചെയ്യാനുള്ള അധികാരം ആർക്കാണത്? ചാർട്ടേഡ് അക്കൗണ്ടന്റിന് മാത്രമാണ്. ചാർട്ടേഡ് അക്കൗണ്ടന്റ് മാത്രമാണ് അത് സൈൻ ചെയ്യാനുള്ള അധികാരം ഉള്ളൂ.
ഓക്കെ, സെക്ഷൻ 141(1) and 141(2) അതാണ് ക്വാളിഫിക്കേഷൻ ഓഫ് ഓഡിറ്റർ. ഒരു ഇൻഡിവിജ്വലിനെ ഓഡിറ്ററായിട്ട് അപ്പോയിന്റ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ഫേമിനെ ഓഡിറ്ററായിട്ട് അപ്പോയിന്റ് ചെയ്യാം. ഒരു ഫേമിനെ ഓഡിറ്ററായിട്ട് അപ്പോയിന്റ് ചെയ്യുകയാണെങ്കിൽ അതിലെ മെജോറിറ്റി ഓഫ് ദി പാർട്ട്നേഴ്സ് ഷുഡ് ബി പ്രാക്ടീസിങ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ പ്രാക്ടീസ് ചെയ്യുന്നവരായിരിക്കണം. ആൻഡ് ആർ ക്വാളിഫൈഡ് ഫോർ അപ്പോയിന്റ്മെന്റ്. അവര് ഓഡിറ്ററായിട്ട് അപ്പോയിന്റ് ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അവർ ആ ഫേമിന്റെ പേരിൽ ഓഡിറ്ററായിട്ട് അപ്പോയിന്റ് ചെയ്യാം. ഓക്കെ, അങ്ങനെ ഫേമിനെ ഓഡിറ്ററായിട്ട് അപ്പോയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ only the partners who are chartered accountant are authorized to act and sign on behalf of the firm. ആ ഫേമിന് വേണ്ടി അത് സൈൻ ചെയ്യാനുള്ള അധികാരം ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആയിട്ടുള്ള പാർട്ട്ണർക്ക് മാത്രമാണ്. റൈറ്റ്? ഓക്കെ, ആരാണ് ചാർട്ടേഡ് അക്കൗണ്ടന്റ്? സെക്ഷൻ 2 subsection 17 of the Companies Act define who is chartered accountant. Chartered accountant means ഇവര് മാത്രമാണ്. മീൻസ് എന്ന് പറഞ്ഞാൽ ഇവര് മാത്രം. മീൻസ് a chartered accountant as defined in Chartered Accountants Act 1949. ചാർട്ടേഡ് അക്കൗണ്ടൻസ് നിയമം 1949 ചാർട്ടേഡ് അക്കൗണ്ടന്റ് നിയമം പാർലമെന്റിലെ പ്രത്യേക ആക്ട് ആണ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ആക്ട് 1949. അത് പ്രകാരം ഡിഫൈൻ ചെയ്ത ആളുകളെയാണ് ചാർട്ടേഡ് അക്കൗണ്ടന്റ് എന്ന് പറയുന്നത്. മാത്രമല്ല ഒരു കണ്ടീഷനും കൂടി കമ്പനീസ് ആക്ട് പറയുന്നുണ്ട്. ആൻഡ് who holds a valid certificate of practice COP ഹോൾഡ് ചെയ്യുന്ന ആളുകളെയാണ് കമ്പനീസ് ആക്ട് ചാർട്ടേഡ് അക്കൗണ്ടന്റ് എന്ന് പറയുന്നത്. അതായത് നിങ്ങൾ CA പാസ്സായാൽ മാത്രം പോരാ, നിങ്ങൾ സർട്ടിഫിക്കറ്റ് ഓഫ് പ്രാക്ടീസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ അതിന്റെ മെമ്പേഴ്സിന് കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ് ഓഫ് പ്രാക്ടീസ് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങളെ കമ്പനീസ് ആക്ട് പ്രകാരം ചാർട്ടേഡ് അക്കൗണ്ടന്റ് എന്ന് പറയുന്നത്. ചാർട്ടേഡ് അക്കൗണ്ടന്റ് മീൻസ് എ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആസ് ഡിഫൈൻഡ് ഇൻ ചാർട്ടേഡ് അക്കൗണ്ടൻസ് ആക്ട് 1949 ആൻഡ് ഹു ഹോൾഡ്സ് എ വാലിഡ് സർട്ടിഫിക്കറ്റ് ഓഫ് പ്രാക്ടീസ് അണ്ടർ ദാറ്റ് ആക്ട്. LLP എന്ന് പറഞ്ഞത് LLP as defined in LLP Act 2018. 2018 ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ് ആക്ട് പ്രകാരം ഡിഫൈൻ ചെയ്ത, അത് പ്രകാരം രജിസ്റ്റർ ചെയ്തവരെയാണ് LLP എന്ന് പറയുന്നത്. ഒരു ഫോറിൻ LLPക്ക് cannot be appointed as an auditor. ഓക്കെ, ഇന്ത്യൻ LLP ആയിരിക്കണം. ആ LLP അല്ലെങ്കിൽ ആ ഫേം ICAയിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്ത LLP അല്ലെങ്കിൽ ആ ഫേം, അവർക്ക് മാത്രമാണ് ഒരു കമ്പനിയുടെ ഓഡിറ്റർ ആവാൻ പറ്റുകയുള്ളൂ. ഫേം എപ്പോഴും ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഫേം ICAയിൽ രജിസ്റ്റർ ചെയ്യണം, LLPയും ICAയിൽ രജിസ്റ്റർ ചെയ്യണം. ഇനി ആരെയെല്ലാം ഓഡിറ്ററായിട്ട് അപ്പോയിന്റ് ചെയ്യാൻ പറ്റുകയില്ല? ഡിസ്ക്വാളിഫിക്കേഷൻ ഓഫ് ഓഡിറ്റേഴ്സ് സെക്ഷൻ 141(3), 141(4) and Rule 10 of Companies Audit and Auditors Rule 2014. Disqualifications of auditors. 141(3) പറയുന്നത് ഓഡിറ്ററുടെ ഡിസ്ക്വാളിഫിക്കേഷൻസ്. 141(4) പറയുന്നത് പിന്നീട് ഈ ഓഡിറ്റർ ഡിസ്ക്വാളിഫൈ ആയി കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത്. അപ്പോയിന്റ് ചെയ്യുന്ന സമയത്ത് ഡിസ്ക്വാളിഫിക്കേഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. സബ്സീക്വന്റ്ലി ഓഡിറ്റർ ഡിസ്ക്വാളിഫൈ ആയി അപ്പോൾ എന്ത് ചെയ്യണം? ഈ രണ്ട് കാര്യങ്ങളാണ് 141(3) and 141(4). 141(3) വലിയ സെക്ഷൻ ആണ്, ഡിസ്ക്വാളിഫിക്കേഷൻ. The following person are not eligible for appointment as an auditor of a company. താഴെ പറയുന്ന ആളുകൾ ഒരു കമ്പനിയുടെ ഓഡിറ്റർ ആയിട്ട് അപ്പോയിന്റ് ചെയ്യാൻ എലിജിബിൾ അല്ല. ഇവരെല്ലാം ഡിസ്ക്വാളിഫൈ ആയിട്ടുള്ള ആളുകളാണ്. ഒന്ന്, എ ബോഡി കോർപ്പറേറ്റ്. നമ്മളൊരു കമ്പനിയെ, അതായത് കുറെ ചാർട്ടേഡ് അക്കൗണ്ടന്റ്മാർ കൂടിയിട്ട് ഒരു കമ്പനി ഫോം ചെയ്തു, ഒരു ബോഡി കോർപ്പറേറ്റ് ഉണ്ടാക്കി. അവരെ
കമ്പനിയുടെ ഓഡിറ്ററായിട്ട് അപ്പോയിന്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ LLP ആണെങ്കിൽ കുഴപ്പമില്ല. ഒരു ഫേമോ LLP ആണെങ്കിൽ, ഫേം അല്ലെങ്കിൽ ബോഡി കോർപ്പറേറ്റ് അല്ല, പക്ഷെ LLP ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് ഇവര് ഓഡിറ്ററായിട്ട് അപ്പോയിന്റ് ചെയ്യാം. LLP അപ്പോയിന്റ് ചെയ്യാം, പക്ഷെ ബോഡി കോർപ്പറേറ്റിനെ ഓഡിറ്ററായിട്ട് അപ്പോയിന്റ് ചെയ്യാൻ പറ്റില്ല. LLP ആണെങ്കിൽ അത് LLP ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തതായിരിക്കണം. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യയിലും രജിസ്റ്റർ ചെയ്തതാണെങ്കിൽ LLPയുടെ പേരിൽ കമ്പനിയുടെ ഓഡിറ്ററായിട്ട് അപ്പോയിന്റ് ചെയ്യാം. പക്ഷെ ബോഡി കോർപ്പറേറ്റുകളെ കമ്പനിയുടെ ഓഡിറ്ററായിട്ട് അപ്പോയിന്റ് ചെയ്യാൻ പറ്റില്ല. An officer or employee of the company, section 141(3) subsection 141(3)(b). An officer or employee of the company, കമ്പനിയുടെ ഓഫീസറെയോ കമ്പനിയിലെ എംപ്ലോയിയെയോ ഓഡിറ്ററായിട്ട് അപ്പോയിന്റ് ചെയ്യാൻ പറ്റില്ല. ആ കമ്പനിയിൽ തന്നെ വർക്ക് ചെയ്യുന്ന ഓഫീസർ, ആ കമ്പനിയുടെ തന്നെ എംപ്ലോയി, അവരെ ഓഡിറ്ററായിട്ട് അപ്പോയിന്റ് ചെയ്യാൻ പറ്റില്ല. ആരാണ് ഓഫീസർ എന്നുള്ളത് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. പഴയ പറയാം ആരാണ് ഒരു കമ്പനിയുടെ ഓഫീസേഴ്സ് എന്ന് പറയുന്നത്. ഡയറക്ടർ കമ്പനിയുടെ ഓഫീസർ ആണോ? ഡയറക്ടർ കമ്പനിയുടെ ഓഫീസർ ആണ്, ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, നമുക്ക് പിന്നീട് പറയാം. അതുപോലെ എ പേഴ്സൺ ഹു ഈസ് എ പാർട്ട്ണർ ഓർ who is in the employment of an officer or employee of the company. കമ്പനിയുടെ ഡയറക്ടർ ആണ്, ഫോർ എക്സാമ്പിൾ കമ്പനിയുടെ ഡയറക്ടർ ആണ് ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ്. ആ ചാർട്ടേഡ് അക്കൗണ്ടന്റ് പ്രാക്ടീസിങ് ചെയ്യുന്നുണ്ട്, ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആയിട്ട് പ്രാക്ടീസിങ് ചെയ്യുന്നുണ്ട്. ആ ചാർട്ടേഡ് അക്കൗണ്ടന്റിന്റെ പാർട്ട്ണർ ആയിട്ടുള്ള ആൾക്ക് കമ്പനിയുടെ ഓഡിറ്റർ ആവാൻ പറ്റില്ല. A person who is a partner or who is in employment of an officer or employee of the company. ഈ ഓഫീസറുടെയോ എംപ്ലോയിയുടെയോ എംപ്ലോയിക്കോ പാർട്ട്ണർക്കോ കമ്പനിയുടെ ഓഡിറ്റർ ആവാൻ പറ്റില്ല, ഡിസ്ക്വാളിഫൈഡ് ആണ്. 3 സംഭവങ്ങൾ നമ്മൾ പഠിച്ചു. എ ബോഡി കോർപ്പറേറ്റ്, officer or employee of the company, a person who is a partner or who is in employment of an officer or employee of the company. ഇവരെയൊന്നും കമ്പനിയുടെ ഓഡിറ്റർ ആയിട്ട് അപ്പോയിന്റ് ചെയ്യാൻ പറ്റില്ല. ഇവരെല്ലാം ഡിസ്ക്വാളിഫൈ ആയിട്ടുള്ള ആളുകളാണ്. അടുത്ത് 141(3) സബ്സെക്ഷൻ D. A person who, അദ്ദേഹമോ or his relative, ആരാ റിലേറ്റീവ് എന്നുള്ള ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, റിലേറ്റീവ് or partner is holding any security or interest. സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ ഷെയറോ ഡിബഞ്ചറോ അങ്ങനെ എന്തെങ്കിലും, സെക്യൂരിറ്റി or ഇൻട്രസ്റ്റ്. അതായത് കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി ആണെങ്കിൽ ആ കമ്പനിയിൽ എന്തെങ്കിലും ഇൻട്രസ്റ്റ്. ഇൻ ദ കമ്പനി, കമ്പനിയിലോ, or its subsidiary, അതിന്റെ സബ്സിഡിയറിയിലോ, or its holding, അതിന്റെ ഹോൾഡിംഗ് കമ്പനിയിലോ, or associate company, അതിന്റെ അസോസിയേറ്റ്സിലോ, or subsidiary of such holding company, കമ്പനിയിലോ അതിന്റെ ഹോൾഡിംഗ് കമ്പനിയിലോ അതിന്റെ സബ്സിഡിയറി കമ്പനിയിലോ അതിന്റെ അസോസിയേറ്റ്സ് കമ്പനിയിലോ അല്ലെങ്കിൽ ഈ ഹോൾഡിംഗ് കമ്പനിയുടെ സബ്സിഡിയറി കമ്പനികളിലോ എവിടെയെങ്കിലും അദ്ദേഹമോ അദ്ദേഹത്തിന്റെ റിലേറ്റീവ്സോ അല്ലെങ്കിൽ ആ ഫേമിലെ അദ്ദേഹത്തിന്റെ പാർട്ട്നേഴ്സോ ഹോൾഡിംഗ് എനി സെക്യൂരിറ്റി ഓർ ഇൻട്രസ്റ്റ്, ഷെയറോ ഡിബഞ്ചറോ അങ്ങനത്തെ എന്തെങ്കിലും സംഭവങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻട്രസ്റ്റോ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അദ്ദേഹം ആ കമ്പനിയുടെ ഓഡിറ്റർ ആവാൻ ഡിസ്ക്വാളിഫൈ ആണ്. അദ്ദേഹം ഹോൾഡ് ചെയ്താലോ അദ്ദേഹത്തിന്റെ റിലേറ്റീവ്സ് ഹോൾഡ് ചെയ്താലോ അദ്ദേഹത്തിന്റെ പാർട്ട്നേഴ്സ് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിലും അദ്ദേഹം ഓഡിറ്റർ ആവാൻ ഡിസ്ക്വാളിഫൈഡ് ആണ്. പക്ഷെ ഒരു റിലാക്സേഷൻ പറയുന്നുണ്ട്, റിലേറ്റീവ്സ് മേ ഹോൾഡ്
security or interest in the company of face value not exceeding rupees 1 lakh. 1 ലക്ഷം വരെ നോട്ട് എക്സീഡിങ് 1 lakh. 1 ലക്ഷം വരെ ഹോൾഡ് ചെയ്യാം റിലേറ്റീവ്സിന് ഫേസ് വാല്യൂ നോട്ട് എക്സീഡിങ് 1 lakh വരെ ഹോൾഡ് ചെയ്യാം. പക്ഷെ അദ്ദേഹം ഒന്നും ഹോൾഡ് ചെയ്യാൻ പാടില്ല, ഒരു ഷെയർ പോലും ഹോൾഡ് ചെയ്യാൻ പാടില്ല. അദ്ദേഹത്തിന്റെ പാർട്ട്ണറും ഒരു ഷെയർ പോലും ഹോൾഡ് ചെയ്യാൻ പാടില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ റിലേറ്റീവ്സിന് ഹോൾഡ് ചെയ്യാം ഫേസ് വാല്യൂ നോട്ട് എക്സീഡിങ് rupees 1 lakh. അങ്ങനെ ഹോൾഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ഹോൾഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ കറക്റ്റീവ് ആക്ഷൻസ് പെട്ടെന്ന് ചെയ്യണം. എപ്പോൾ കറക്റ്റീവ് ആക്ഷൻസ് ചെയ്യണം എന്നുള്ളത് പിന്നീട് പറയാം. അദ്ദേഹം ഒന്നും ഹോൾഡ് ചെയ്യാൻ പാടില്ല, അദ്ദേഹത്തിന്റെ പാർട്ട്നേഴ്സും ഒന്നും ഹോൾഡ് ചെയ്യാൻ പാടില്ല. റിലേറ്റീവ്സിന് ഹോൾഡ് ചെയ്യാം ഫേസ് വാല്യൂ നോട്ട് എക്സീഡിങ് rupees 1 lakh. ഇനി അതിനേക്കാളും കൂടുതൽ ഏതെങ്കിലും റിലേറ്റീവ്സ് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് കറക്റ്റീവ് ആക്ഷൻസ് പെട്ടെന്ന് എടുക്കണം. എന്നാണ് കറക്റ്റീവ് ആക്ഷൻസ് എടുക്കേണ്ടത് പിന്നീട് പറയാം. ഓക്കെ, ഇനി രണ്ടാമത്തെ സംഭവം, എ പേഴ്സൺ ഹൂ or his relative or partner is indebted to the company or its subsidiary or its holding or associate company or subsidiary of such holding company. നേരത്തെ പറഞ്ഞ സംഭവം തന്നെയാണ്. ആ കമ്പനിയിലോ ആ കമ്പനിയുടെ ഹോൾഡിംഗ് കമ്പനിക്കോ അല്ലെങ്കിൽ അതിന്റെ സബ്സിഡിയറി കമ്പനിക്കോ അല്ലെങ്കിൽ അതിന്റെ അസോസിയേറ്റ് കമ്പനിക്കോ അല്ലെങ്കിൽ സബ്സിഡിയറി ഓഫ് സച്ച് ഹോൾഡിംഗ് കമ്പനിക്കോ ഈസ് ഇൻഡെപ്റ്റഡ്, കാശ് കൊടുക്കാനുണ്ട്. ഇൻഡെപ്റ്റഡ് ആര്? അദ്ദേഹമോ അദ്ദേഹത്തിന്റെ റിലേറ്റീവോ പാർട്ട്ണറോ. ഇൻ എക്സസ് ഓഫ് rupees 5 lakh, 5 ലക്ഷം രൂപയിൽ കൂടുതൽ. നമ്മൾ ഏതെങ്കിലും ഒരു ബാങ്കിന്റെ ഓഡിറ്റിന് പോവുകയാണ്, ആ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഓഡിറ്റിന് പോവുകയാണ്. ആ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലോ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഹോൾഡിംഗ് കമ്പനികളിലോ അതിന്റെ സബ്സിഡിയറി കമ്പനികളിലോ അതിന്റെ അസോസിയേറ്റ് കമ്പനികളിലോ അല്ലെങ്കിൽ അതിന്റെ ഹോൾഡിംഗ് കമ്പനികളുടെ സബ്സിഡിയറി കമ്പനികളിലോ നിങ്ങളോ നിങ്ങളുടെ റിലേറ്റീവ്സോ നിങ്ങളുടെ പാർട്ട്നേഴ്സോ കാശ് കൊടുക്കാനുണ്ടെങ്കിൽ, നിങ്ങളൊരു ലോൺ എടുത്തിട്ട് അവിടെ പൈസ കൊടുക്കാനുണ്ടെങ്കിൽ, നാട്ടുകാർക്ക് മൊത്തം കൊടുക്കുന്ന ലോണാണ്, പക്ഷെ നിങ്ങളുടെ റിലേറ്റീവ്സ് അവിടെ നിന്ന് ലോൺ എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ലോൺ എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്നേഴ്സ് ലോൺ എടുത്തിട്ടുണ്ട്. ആ ലോണിന്റെ പേയ്മെന്റ് നിങ്ങൾ കൊടുക്കാനുണ്ട്. 5 ലക്ഷം രൂപയോ അതിൽ കൂടുതലോ നിങ്ങൾ ഈ പറയപ്പെട്ട ആരെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ you are disqualified to act as an auditor. Right? റിലേറ്റീവ്സിനെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ആളുകളാണ് റിലേറ്റീവ്സ്. ഓക്കെ, ആരാണ് റിലേറ്റീവ്സ് എന്നുള്ളത് ഡിഫൈൻ ചെയ്തിട്ട് നമുക്ക് പിന്നീട് പറയാം. തേർഡ്, എ പേഴ്സൺ ഹൂ or his relative or partner has given a guarantee or provided any security in connection with the indebtedness of any third person to the company or its subsidiary or its holding or associate company or subsidiary of such holding company in excess of rupees 1 lakh. ഏതോ ഒരു തേർഡ് പേഴ്സൺ നിങ്ങൾ ഓഡിറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്ന കമ്പനിയിലോ അല്ലെങ്കിൽ അതിന്റെ ഹോൾഡിംഗ് കമ്പനിയിൽ നിന്നോ സബ്സിഡിയറി കമ്പനിയിൽ നിന്നോ അസോസിയേറ്റ് കമ്പനിയിൽ നിന്നോ അല്ലെങ്കിൽ സബ്സിഡിയറി സച്ച് ഹോൾഡിംഗ് കമ്പനിയിൽ നിന്നോ എന്തോ ഒരു ലോൺ എടുത്തിട്ടുണ്ട് ഒരു തേർഡ് പേഴ്സൺ. അതിന് നിങ്ങളോ നിങ്ങളുടെ റിലേറ്റീവ്സോ അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്നേഴ്സോ ആരെങ്കിലും ഹാസ് ഗിവൺ ഗ്യാരണ്ടി. നിങ്ങൾ ഗ്യാരണ്ടി പറഞ്ഞു, അദ്ദേഹം ആ പൈസ തന്നില്ലെങ്കിൽ ഞങ്ങൾ തരാമെന്ന് ഗ്യാരണ്ടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ പറയപ്പെട്ട ആരെങ്കിലും ഗ്യാരണ്ടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ disqualified to act as an auditor. ഒന്നുകൂടി നമുക്ക് റിപ്പീറ്റ് ചെയ്യാം. എത്ര രൂപയുടേത്? in excess of rupees 1 lakh. Okay, excess of rupees 1 lakh. 3 കാര്യങ്ങളാണ് 141(3)(d)യിൽ പറയുന്നത്. A person who or his relative or partner
is holding any security or interest in the company or its holding company or subsidiary company or associate company or subsidiary of such a holding company, provided relatives may hold security or interest in the company of face value not exceeding rupees 1 lakh. Second one, a person who or his relative or partner is indebted to the company or its holding company or subsidiary company or associate company or subsidiary of such holding company in excess of rupees 5 lakh or has given any guarantee or provided any security in connection with the indebtedness of any third person to the company or its holding company or subsidiary company or associate company or subsidiary of such holding company in excess of rupees 1 lakh. Okay, അടുത്ത ഡിസ്ക്വാളിഫിക്കേഷനിലേക്ക് പോവാം. E, a person or a firm who whether directly or indirectly has business relationship with the company or its subsidiary company or holding company or associate company or subsidiary of such holding company or associate company. ഇവിടെ പുതിയൊരു സംഭവം കൂടി വന്നു. കമ്പനി മാത്രമല്ല, കമ്പനി അതിലെ സബ്സിഡിയറി കമ്പനിയുമായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഹോൾഡിംഗ് കമ്പനിയുമായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ അസോസിയേറ്റ് കമ്പനിയുമായിട്ട്, അതേപോലെ ഈ ഹോൾഡിംഗ് കമ്പനിയുടെ സബ്സിഡിയറികളുമായിട്ട് അല്ലെങ്കിൽ ഈ അസോസിയേറ്റ് കമ്പനികളുടെ സബ്സിഡിയറിയുമായിട്ട് എന്തെങ്കിലും ബിസിനസ് റിലേഷൻഷിപ്പ്, അത് അദ്ദേഹത്തിനോ അദ്ദേഹത്തിൻ്റെ ഫേമിനോ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി, ഇതെല്ലാം ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതെല്ലാം ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ബിസിനസ് റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ എന്താണ് ബിസിനസ് റിലേഷൻഷിപ്പ് എന്നുള്ളതും എക്സ്പ്ലനേഷനിൽ പറഞ്ഞിട്ടുണ്ട്. എ പേഴ്സൺ or a firm who whether directly or indirectly has business relationship with the company or its holding company or its subsidiary company or its associate company or subsidiary of such holding company or subsidiary of such associate company. അങ്ങനെ എന്തെങ്കിലും ബിസിനസ് റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് ആ കമ്പനിയുടെ ഓഡിറ്റർ ആവാൻ പറ്റില്ല. അദ്ദേഹം ഇൻഡിപെൻഡന്റ് അല്ല, അതാണ് പ്രധാനം. ഒരു അഭിപ്രായം പറയാൻ അദ്ദേഹം ഇൻഡിപെൻഡന്റ് അല്ല. അതുകൊണ്ടാണ് ഇത്രയും ആളുകളെ ഓഡിറ്റർ ആവാൻ ഡിസ്ക്വാളിഫൈ ചെയ്തു വെച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്ക് എഫിലേക്ക് വരാം. എ പേഴ്സൺ ഹൂസ് റിലേറ്റീവ്, നമ്മൾ ഈ റിലേറ്റീവ് ഭയങ്കര ഡേഞ്ചർ ആണ് കേട്ടോ. റിലേറ്റീവ് is a director or is in the employment of the company as director or key managerial personnel. നിങ്ങളുടെ റിലേറ്റീവ്, അത് ആ റിലേറ്റീവ് ഡയറക്ടർ ആയിരിക്കുന്ന കമ്പനി അല്ലെങ്കിൽ അവിടെ അദ്ദേഹം കീ മാനേജീരിയൽ പേഴ്സണൽ ആണ്. എന്താണ് കീ മാനേജീരിയൽ പേഴ്സണൽ എന്നുള്ളത് കമ്പനീസ് ആക്ച്വലി ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ആരാണ് കീ മാനേജീരിയൽ പേഴ്സണൽ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആ കമ്പനിയിൽ ഓഡിറ്റർ ആവാൻ ഡിസ്ക്വാളിഫൈഡ് ആണ്. നിങ്ങളുടെ റിലേറ്റീവ്സ്, നിങ്ങൾക്ക് എന്തായാലും അവിടെ എംപ്ലോയ്മെന്റ് ആവാൻ പറ്റില്ല. നിങ്ങൾ എംപ്ലോയി ഓർ ഓഫീസർ ഓഫ് ദി കമ്പനി ഓൾറെഡി ഡിസ്ക്വാളിഫൈഡ് ആണ്. ഇനി നിങ്ങളുടെ റിലേറ്റീവ് ഡയറക്ടർ ആയിരിക്കുന്ന കമ്പനി അല്ലെങ്കിൽ റിലേറ്റീവ് കീ മാനേജറിയൽ പേഴ്സണൽ ആയിരിക്കുന്ന കമ്പനി, ആ കമ്പനിയിൽ നിങ്ങൾ ഓഡിറ്റർ ആവാൻ ഡിസ്ക്വാളിഫൈഡ് ആണ്. റിലേറ്റീവ്സ് ആരാന്നുള്ളത് പിന്നീട് പറയാം. പല സ്ഥലങ്ങളിലും റിലേറ്റീവ്സിനെ പറയുന്നുണ്ട്. ആരാണ് റിലേറ്റീവ്സ് എന്ന് പറയാം. ഇനി ജി, എ പേഴ്സൺ who is in full time employment elsewhere. നിങ്ങൾ ഫുൾ ടൈം പ്രാക്ടീസിലല്ല, നിങ്ങൾ ഫുൾ ടൈം എംപ്ലോയ്മെന്റ്, വേറെ സ്ഥലത്ത് എംപ്ലോയ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഓഡിറ്റർ ആവാൻ പറ്റില്ല. അതേപോലെ or a person or a partner of a firm holding audits of more than 20 companies on the date of appointment
or reappointment as an auditor. നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർ ഓൾറെഡി നിങ്ങൾ 20 കമ്പനീസ് ഓൾറെഡി ഓഡിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 21ാമത്തെ കമ്പനി പിന്നീട് ഓഡിറ്റ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ അപ്പോയിന്റ് ചെയ്യപ്പെടുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾ റീ അപ്പോയിന്റ് ചെയ്യപ്പെടുന്ന ആ ഡേറ്റിൽ നിങ്ങൾ ഓൾറെഡി ഹോൾഡിംഗ് 20 കമ്പനി ഓഡിറ്റ് അതിനുണ്ടെങ്കിൽ നിങ്ങൾ ഡിസ്ക്വാളിഫൈഡ് ആണ്. ഇതിനാണ് സീലിംഗ് ലിമിറ്റ് എന്ന് പറയുന്നത്. ഇതിന് ചില റിലാക്സേഷൻസ് ഒക്കെ വന്നിട്ടുണ്ട്. ആ റിലാക്സേഷൻസ് നമുക്ക് ഇതിന്റെ അവസാന ഭാഗത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. 20 കമ്പനി എന്നുള്ളതിൽ ചില കമ്പനികളെ ഒന്നും ഇൻക്ലൂഡ് ചെയ്യില്ല ഈ 20 കമ്പനി കൗണ്ട് ചെയ്യുമ്പോൾ. ഓക്കെ, അപ്പോൾ നമുക്ക് പറയാം 141(3)(g a person who is in full time employment elsewhere. രണ്ട് കാര്യങ്ങളാണ് ഈ ഇതിൽ പറയുന്നത്. ഓക്കെ, ഒരു കാര്യം മതി. അതേപോലെ or a person or a partner of a firm holding audit of more than 20 companies on the date of appointment or reappointment as auditor. ഇതിനാണ് സീലിംഗ് ലിമിറ്റ് എന്ന് പറയുന്നത്. സെക്ഷൻ 141(3)(g. നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് ഡിസ്കസ് ചെയ്യാം. ഇനി H, a person who has been convicted by a court, കോടതി ശിക്ഷിച്ച ആളുകൾ, for an offense involving fraud, ഫ്രോഡിന് ശിക്ഷിച്ച ആളുകൾ, ഫ്രോഡിന് ശിക്ഷിച്ച ആളുകളാണ്. അല്ലാതെ കോടതി പല കേസുകളിലും ശിക്ഷിക്കും, ആ ശിക്ഷിച്ചത് കൊണ്ട് ഡിസ്ക്വാളിഫൈ ആവുന്നില്ല. A person who has been convicted by a court of an offense involving fraud and a period of 10 years has not been elapsed from the date of such a conviction. അദ്ദേഹത്തെ കൺവിക്ട് ചെയ്തതിന് ശേഷം 10 വർഷത്തേക്ക് അദ്ദേഹം ഡിസ്ക്വാളിഫൈഡ് ആണ്. 10 വർഷം കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിന് വീണ്ടും ഓഡിറ്റർ ആവാം. എ പേഴ്സൺ who has been convicted by a court of an offense involving fraud and അത് ഇമ്പോർട്ടന്റ് ആണ്, and a period of 10 years has not been elapsed from the date of such a conviction. Okay, കോടതി എന്തെങ്കിലും ഫ്രോഡിന് ശിക്ഷിക്കപ്പെട്ട വ്യക്തികൾ ആ ശിക്ഷിക്കപ്പെട്ടിട്ട് 10 വർഷം കഴിയുന്നത് വരെ അദ്ദേഹം ഡിസ്ക്വാളിഫൈഡ് ടു ആക്ട് ആസ് ആൻ ഓഡിറ്റർ ഓഫ് ദ കമ്പനി. A person who directly or indirectly define ചെയ്തിട്ടുണ്ട്, renders any services referred in section 144 to the company or its holding company or its subsidiary company. ഇവിടെ എത്ര കാര്യങ്ങളെ പറയുന്നുള്ളൂ. ഹോൾഡിംഗ് കമ്പനിക്കോ അതിന്റെ ഹോൾഡിംഗ് കമ്പനിക്കോ അല്ലെങ്കിൽ അതിന്റെ സബ്സിഡിയറി കമ്പനിക്കോ സെക്ഷൻ 144 പറയുന്ന പ്രൊഹിബിറ്റഡ് സർവീസസുകൾ ഉണ്ട്. ആ സർവീസസ് ചെയ്തു കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ഡയറക്ട്ലി ചെയ്താലും ഇൻഡയറക്ട്ലി ചെയ്താലും യു ഡിസ്ക്വാളിഫൈഡ് ടു ആക്ട് ആസ് എൻ ഓഡിറ്റർ ഓഫ് ദ കമ്പനി. നിങ്ങൾ ഓഡിറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്ന കമ്പനിക്കോ അല്ലെങ്കിൽ അതിന്റെ ഹോൾഡിംഗ് കമ്പനിക്കോ അല്ലെങ്കിൽ അതിന്റെ സബ്സിഡിയറി കമ്പനികൾക്കോ സെക്ഷൻ 144 പറയുന്ന ഏതെങ്കിലും സർവീസസുകൾ നിങ്ങൾ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ചെയ്യുന്നുണ്ടെങ്കിൽ യു ഡിസ്ക്വാളിഫൈ ടു ആക്ട് ആസ് എൻ ഓഡിറ്റർ ഓഫ് ദാറ്റ് കമ്പനി. ഇത് 2017 അമെൻഡ് ചെയ്ത് കൊടുക്കുന്ന ഒരു സെക്ഷനാണ്. നേരത്തെ ഉണ്ടായിരുന്നു, പക്ഷെ ഈ സെക്ഷനിൽ ചില അമെൻഡ്മെന്റ്സ് വന്നിട്ടുണ്ട്. ഇത് അമെൻഡ് ചെയ്ത ക്ലോസ് ആണ് ഈ സംഭവം. നമ്മൾ ഡിസ്ക്വാളിഫിക്കേഷൻ പറഞ്ഞപ്പോൾ ഓഫീസർ ഓർ എംപ്ലോയി ഓഫ് ദി കമ്പനി ഡിസ്ക്വാളിഫൈഡ് എന്ന് പറഞ്ഞിരുന്നു. ആരാണ് ഒരു കമ്പനിയുടെ ഓഫീസർ? ഓഫീസർ ഇൻക്ലൂസീവ് ഡെഫിനിഷൻ ആണ്, മീൻസ് എന്നല്ല പറഞ്ഞിരിക്കുന്നത്. ഓഫീസർ ഇൻക്ലൂഡ്സ്. അപ്പൊ ഈ കാറ്റഗറിയിൽ വരുന്ന ആരെയും നമുക്ക് ഓഫീസർ എന്ന് ഉൾപ്പെടുത്താൻ പറ്റും. ഓഫീസർ ഇൻക്ലൂഡ്സ് ആണ്, ഇൻക്ലൂഡ്സ്. ഡയറക്ടർ, എനി ഡയറക്ടർ, മാനേജർ,
key managerial personnel or any other person in accordance with whose directions the board of directors of the company are accustomed to act. ആരുടെ ഡയറക്ഷൻസ് പ്രകാരമാണോ ഈ കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആക്ട് ചെയ്യുന്നത്, അങ്ങനെ ഡയറക്ഷൻ കൊടുക്കുന്ന ആളുകൾ, അതേപോലെ കമ്പനിയുടെ ഡയറക്ടർമാർ, മാനേജർമാർ, കീ മാനേജീരിയൽ പേഴ്സണൽ, ഇവരെല്ലാം ആണ് കമ്പനിയുടെ ഓഫീസർ എന്ന് പറയുന്നത്. അപ്പൊ കമ്പനിയുടെ ഡയറക്ടർ ആയിരിക്കുന്ന ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ്, ഒരു കമ്പനിയുടെ ഡയറക്ടറാണ് അദ്ദേഹം. ആ കമ്പനിയുടെ തന്നെ ഓഡിറ്റർ ആവാൻ അദ്ദേഹത്തിന് പറ്റുമോ? ഇല്ല. ബിക്കോസ് ഈസ് എൻ ഓഫീസർ ഓഫ് ദ കമ്പനി. റൈറ്റ്? സെക്ഷൻ 2 സെക്ഷൻ 59 ഡിഫൈൻ ചെയ്യുന്നുണ്ട് ആരാണ് കമ്പനിയുടെ ഓഫീസർ. ഇനി റിലേറ്റീവ്സ്, നമ്മൾ കുറേ സ്ഥലങ്ങളിൽ റിലേറ്റീവ്സിനെ പറഞ്ഞു. സെക്ഷൻ 2 സബ്സെക്ഷൻ 77 ഡിഫൈൻ ചെയ്യുന്നുണ്ട് റിലേറ്റീവ്സ്. അതുപോലെ റൂൾ 4 ചില പ്രിസ്ക്രിപ്ഷൻസും വന്നിട്ടുണ്ട്. റൂൾ 4 ഓഫ് കമ്പനി സ്പെസിഫിക്കേഷൻസ് ഓഫ് ഡീറ്റെയിൽസ് റൂൾ 2014. ആരാണ് കമ്പനിയുടെ ഒരാളുടെ റിലേറ്റീവ്സ്? ദേ ആർ ഹസ്ബൻഡ് ആൻഡ് വൈഫ്. ഹസ്ബൻഡും വൈഫും അവർ തമ്മിൽ റിലേറ്റീവ്സ് ആണ്. ഒരു കോൺട്രാക്ട് പ്രകാരം അവർ ഹസ്ബൻഡും വൈഫും ആയതാണ്. അവർ അന്ന് മുതൽ റിലേറ്റീവ്സ് ആണ്. ഹസ്ബൻഡും വൈഫും റിലേറ്റീവ്സ് ആണ്. മെമ്പേഴ്സ് ഓഫ് ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി. ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിയിലെ എല്ലാ മെമ്പേഴ്സും അങ്ങോട്ടും ഇങ്ങോട്ടും അവർ റിലേറ്റീവ്സ് ആണ്. ഈ രണ്ട് കാര്യങ്ങളാണ് കമ്പനീസ് ആക്ടിന് പറഞ്ഞിട്ടുള്ളൂ. And one related to another in such manner as may be prescribed. പ്രിസ്ക്രൈബ് ചെയ്യപ്പെട്ട ആളുകളെല്ലാം റിലേറ്റീവ്സ് ആണ്. ആ പ്രിസ്ക്രിപ്ഷൻ റൂൾ 4 അത് പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. ആസ് പെർ റൂൾ 4 ഓഫ് കമ്പനീസ് ആക്ട്, എ പേഴ്സൺ ഷാൾ ബി ഡീംഡ് ടു ബി റിലേറ്റീവ് ഓഫ് അനദർ ഇഫ് ഈസ് റിലേറ്റഡ് ടു അനദർ ഇൻ ദ ഫോളോയിങ് മാനർ. അപ്പോൾ കമ്പനീസ് ആക്ടിൽ രണ്ട് ആളുകളെ പറയുന്നുള്ളൂ, ഹസ്ബൻഡ് ആൻഡ് വൈഫ്, members of Hindu undivided family, one related to another in such manner as may be prescribed. ആരൊക്കെയാണ്? ഒന്ന്, ഫാദർ ഇൻക്ലൂഡിങ് സ്റ്റെപ്പ് ഫാദർ. നിങ്ങളുടെ ഫാദറും സ്റ്റെപ്പ് ഫാദറും റിലേറ്റീവ്സ് ആണ്. മദർ ഇൻക്ലൂഡിങ് സ്റ്റെപ്പ് മദർ. സൺ ഇൻക്ലൂഡിങ് സ്റ്റെപ്പ് സൺ. സൺസ് വൈഫ്. നിങ്ങളുടെ മരുമകൾ നിങ്ങളുടെ റിലേറ്റീവ്സ് ആണ് കേട്ടോ. മരുമകൾ നിങ്ങൾ ശ്രദ്ധിക്കണം. മരുമകള് നിങ്ങളുടെ റിലേറ്റീവ്സ് ആണ്. മകന്റെ ഭാര്യ നിങ്ങളുടെ റിലേറ്റീവ്സ് ആണ്. ഓക്കെ, പണി തരും, വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നിൽക്കരുത്. ഡോട്ടർ നിങ്ങളുടെ മകൾ. പക്ഷെ ഇവിടെ സൺ ഇൻക്ലൂഡിങ് സ്റ്റെപ്പ് സൺ പറഞ്ഞു. ഡോട്ടർ പറഞ്ഞപ്പോ സ്റ്റെപ്പ് ഡോട്ടറെ പറഞ്ഞിട്ടില്ല കേട്ടോ. അപ്പൊ നിങ്ങളുടെ ഡോട്ടർ നിങ്ങളുടെ റിലേറ്റീവ്സ് ആണ്. ഡോട്ടേഴ്സ് ഹസ്ബൻഡ്, ഡോട്ടേഴ്സ് ഹസ്ബൻഡ്, മകളുടെ ഭർത്താവ്, മരുമകൻ. എവിടെയോ ഏതോ രാജ്യത്ത് പോയി ജീവിക്കുകയായിരിക്കും ഇവരൊക്കെ കേട്ടോ. പക്ഷെ നിങ്ങളുടെ റിലേറ്റീവ്സ് ആണ്. നിങ്ങളായിട്ട് ഒരു ബന്ധം ഉണ്ടാവൂല. ചിലപ്പോ നിങ്ങൾ മകളെ കല്യാണം കഴിച്ചു കൊടുത്തു, അദ്ദേഹം എല്ലാം എവിടെയെങ്കിലൊക്കെ പോയിട്ട് സെറ്റിൽ ആയിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. മകളും ഫാമിലിയൊക്കെ ആയിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. പക്ഷെ നിങ്ങളുടെ റിലേറ്റീവ്സ് ആണ്. നിങ്ങൾക്ക് പണി തരാം. holding any security or interest in the company or its holding company or subsidiary company or associate company or subsidiary of such holding company, indebted to the company or its holding company or subsidiary company or associate company or subsidiary of such holding company, has provided any guarantee or provided any security in connection with the indebtedness of any third person to the company or its holding company or subsidiary company or associate company or subsidiary of such holding company. Danger. Oh. Brother including step brother, sister including step sister, father, mother, son, daughter, son's wife, daughter's husband, brother, sister.
father including stepfather, mother including stepmother, son including stepson, son's wife, daughter not including daughter, daughter's husband, brother, sister. Brother including step brother, sister including step sister. ഇവരാണ് നിങ്ങളുടെ റിലേറ്റീവ്സ്. ഒരു ചാർട്ട് ഉണ്ടാക്കി വെച്ചോളൂ. ഡെയിലി ഫോൺ ചെയ്ത് ചോദിക്കുക, നിങ്ങൾ എല്ലാവരും സുഖം തന്നെയല്ലേ, ഏതെങ്കിലും കമ്പനികളിൽ നിങ്ങൾ ഷെയർ വാങ്ങിയിട്ടുണ്ട്, എവിടെ നിന്നെല്ലാം ലോൺ എടുത്തിട്ടുണ്ട്, എന്തെങ്കിലും ഗ്യാരണ്ടി കൊടുത്തിട്ടുണ്ടോ, എന്തെങ്കിലും സെക്യൂരിറ്റീസ് ഒക്കെ നിങ്ങൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതെല്ലാം നമ്മൾ ഇങ്ങനെ അന്വേഷിച്ചു കൊണ്ടേയിരിക്കണം. അല്ലെങ്കിൽ ഡിസ്ക്വാളിഫൈഡ് ആവും. നിങ്ങൾ ഓഡിറ്റ് എല്ലാം കഴിഞ്ഞ് വരുമ്പോൾ നല്ല മരുമകൾക്ക് നല്ല സാരി എല്ലാം വാങ്ങിച്ചു കൊടുക്കുക കേട്ടോ. മരുമകനൊക്കെ നല്ല എപ്പോഴും പോക്കറ്റ് മണി എല്ലാം കൊടുക്കുക. അല്ലെങ്കിൽ യു വിൽ ബി ഡിസ്ക്വാളിഫൈഡ് ടു ആക്ട് ആസ് ആൻ ഓഡിറ്റർ. അല്ലെങ്കിൽ നിങ്ങൾ ഓഡിറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്ന കമ്പനിയുടെ പേരുകളൊന്നും ഇവരോടൊന്നും പറഞ്ഞു കൊടുക്കാതിരിക്കുക. ഇവരൊക്കെ നിങ്ങളെ പണി തരാൻ സാധ്യതയുണ്ട്. ഓക്കെ, റൈറ്റ്. എങ്ങനെ ഇതെല്ലാം നമ്മൾ നോക്കി നടത്തും എന്നുള്ള കാര്യം വേറെ കാര്യം. ഇനി റിലേറ്റീവ്സ് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഷെയർ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സെക്യൂരിറ്റീസ് ഒക്കെ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഓഡിറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്ന കമ്പനിയിലോ അതിന്റെ ഹോൾഡിംഗ് കമ്പനിയിലോ സബ്സിഡറി കമ്പനിയിലോ അസോസിയേറ്റ് കമ്പനിയിലൊക്കെ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, റിലേറ്റീവ്സിന് 1 ലക്ഷം വരെ ഹോൾഡ് ചെയ്യാമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. 1 ലക്ഷം കവിഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റീവ് ആക്ഷൻ നിങ്ങൾ കാല് പിടിക്കാനുള്ള അവസരം തരുന്നുണ്ട്. ഫേസ് വാല്യൂ 1 lakh കൂടിക്കഴിഞ്ഞാൽ, നിങ്ങൾ റിലേറ്റീവ്സ് ഹോൾഡ് ചെയ്യുന്നത് ഫേസ് വാല്യൂ 1 lakh കൂടിക്കഴിഞ്ഞാൽ, ദ കറക്റ്റീവ് ആക്ഷൻ ഷുഡ് ബി ടേക്കൺ ബൈ സച്ച് റിലേറ്റീവ് വിത്തിൻ എ പീരീഡ് ഓഫ് 60 days ഫ്രം ദ ഡേറ്റ് ഓഫ് സച്ച് അക്വിസിഷൻ. 60 ദിവസത്തിനുള്ളിൽ നിങ്ങൾ അത് കറക്റ്റ് ചെയ്തിരിക്കണം. വിത്തിൻ 60 days ഓഫ് സച്ച് അക്വിസിഷൻ. ഫെയിലിംഗ് വിച്ച് ഷാൾ ലീഡ് ടു ഡിസ്ക്വാളിഫിക്കേഷൻ. അപ്പൊ അവര് നിങ്ങളത് അറിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് അവരോട് അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി പറയണം. ഓക്കെ, കാല് പിടിക്കണം, സോപ്പിടണം, അല്ലെങ്കിൽ നിങ്ങൾ ഡിസ്ക്വാളിഫൈഡ് ആവും. 60 ദിവസം അതിന് സമയം തരുന്നുണ്ട്. ഫണ്ണി സെക്ഷൻസ് എന്തൊക്കെയാണ്? ബിസിനസ് റിലേഷൻഷിപ്പ്. നിങ്ങൾക്ക് കമ്പനിയുമായിട്ട് ഒരു ബിസിനസ് റിലേഷൻഷിപ്പ് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ഉണ്ടാവാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ. ബിസിനസ് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? കൊമേഴ്സ്യൽ പർപ്പസ് ആയിട്ടുള്ള ബിസിനസ് റിലേഷൻഷിപ്പാണ്. എക്സെപ്റ്റ് ദാറ്റ് ഈസ് അലൗഡ് ബൈ ദി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ. കമ്പനീസ് ആക്ടോ അലൗ ചെയ്യുന്ന ബിസിനസ് റിലേഷൻഷിപ്പ് ചെയ്യാം. ആ ഫേമിനോ അല്ലെങ്കിൽ അദ്ദേഹത്തിനോ കമ്പനീസ് ആക്ടോ ചാർട്ടേഡ് അക്കൗണ്ടൻസ് ആക്ടോ അതിന്റെ റൂൾസോ റെഗുലേഷൻസോ ഒക്കെ അലൗ ചെയ്യുന്ന ബിസിനസ് റിലേഷൻഷിപ്പ് ഉണ്ടാവാം. അല്ലാതെ ഒരു ബിസിനസ് റിലേഷൻഷിപ്പും ആ കമ്പനിയുമായിട്ടൊന്നും ഉണ്ടാവാൻ പാടില്ല. അതേപോലെ നമ്മൾ ഓഡിറ്റ് ചെയ്യുന്ന കമ്പനി ഒരു എയർലൈൻ കമ്പനിയാണ്, ടെലികമ്മ്യൂണിക്കേഷൻ കമ്പനിയാണോ, എയർലൈൻ കമ്പനിയാണോ, ആ പ്ലെയിനിൽ യാത്ര ചെയ്യാൻ പാടില്ല എന്നൊന്നുമില്ല. ടെലികമ്മ്യൂണിക്കേഷൻ കമ്പനിയാണ്, അതിന്റെ നമ്മൾ സിം ഉപയോഗിക്കാൻ പാടില്ല, അതിന്റെ കണക്ഷൻ ഉപയോഗിക്കാൻ പാടില്ല എന്നൊന്നുമല്ല. നിങ്ങളൊരു ഹോസ്പിറ്റൽ ഓഡിറ്റ് ചെയ്യുന്നു, ആ ഹോസ്പിറ്റലിൽ നിങ്ങൾ ട്രീറ്റ്മെന്റിന് പോകാൻ പാടില്ല എന്നൊന്നുമില്ല. അല്ലെങ്കിൽ നിങ്ങൾ ഒരു ഹോട്ടൽ ഓഡിറ്റ് ചെയ്യുന്നു, ആ ഹോട്ടലിൽ താമസിക്കാൻ പാടില്ല എന്നൊന്നുമില്ല. സാധാരണ ട്രാൻസാക്ഷൻസ് എല്ലാം ആംസ് ലെങ്ത് പ്രൈസിൽ നമുക്ക് ചെയ്യാം. മറ്റുള്ളവരെല്ലാം ചെയ്യുന്ന ഓർഡിനറി കോഴ്സ് ഓഫ് ബിസിനസ്സിൽ ചെയ്യുന്ന എല്ലാ ട്രാൻസാക്ഷൻസും ചാർട്ടേഡ് അക്കൗണ്ടൻസിന് ചെയ്യാം. അല്ലാതെ ബിസിനസ് റിലേഷൻഷിപ്പ്, കൊമേഴ്സ്യൽ സെൻസിലുള്ള ബിസിനസ് റിലേഷൻഷിപ്പ് അവരുമായിട്ട് ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഡിസ്ക്വാളിഫൈഡ് ടു ആക്ട് ആസ് ആൻ ഓഡിറ്റർ. ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി എന്ന് പറഞ്ഞിരുന്നു. നിങ്ങൾ നേരിട്ടോ അല്ലാതെയോ ഒന്നും പാടില്ല എന്ന് പറഞ്ഞില്ലേ. നിങ്ങളൊരു ഇൻഡിവിജ്വൽ ആണെങ്കിൽ നിങ്ങൾ സ്വന്തം നേരിട്ട് പാടില്ല, ഐദർ ഹിംസെൽഫ്. ഇൻഡിവിജ്വൽ ആണെങ്കിൽ ഫേമിനെ വേണമെങ്കിൽ ഓഡിറ്റർ ആയിട്ട് അപ്പോയിന്റ് ചെയ്യാം, ഇൻഡിവിജ്വലിനെ ഓഡിറ്റർ ആയിട്ട് അപ്പോയിന്റ് ചെയ്യാം എന്ന് പറഞ്ഞില്ലേ. അപ്പൊ ആ ഇൻഡിവിജ്വൽ ആണ് ഒരു ഓഡിറ്റർ എങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് ഇങ്ങനെ ബിസിനസ് റിലേഷൻഷിപ്പ് ഉണ്ടാവാൻ പാടില്ല. അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സ് വഴി, 2 സ്ഥലത്ത് ഈ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി യൂസ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ബിസിനസ് റിലേഷൻഷിപ്പിന്റെ സ്ഥലത്തും, അതേപോലെ പ്രൊഹിബിറ്റഡ് സർവീസസ് ചെയ്യുന്ന 144 പ്രൊഹിബിറ്റഡ് സർവീസസ് ചെയ്യുന്ന സ്ഥലത്തും അവിടെയും ഈ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ ഈ 2 സ്ഥലത്തും എന്താണ് ഈ ഡയറക്ട്ലി ഇൻഡയറക്ട്ലി എന്നതിന്റെ മീനിങ്? നിങ്ങൾ സ്വന്തമായിട്ട് പാടില്ല, നിങ്ങൾ റിലേറ്റീവ്സ് വഴി പാടില്ല. റിലേറ്റീവ്സ് ആരാന്ന് നമ്മൾ പഠിച്ചല്ലോ, ആരാണ് റിലേറ്റീവ്സ്. അതേപോലെ any person connected or associated with such individual, നിങ്ങളുമായിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉള്ള ആളുകൾ അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് അസോസിയേറ്റഡ് ആയിട്ടുള്ള ആളുകൾ.
through any other entity in which such individual has significant influence. നിങ്ങൾക്ക് significant influence ഉള്ള അല്ലെങ്കിൽ കൺട്രോൾ ഉള്ള അല്ലെങ്കിൽ നിങ്ങളുടെ നെയിമോ ട്രേഡ് മാർക്കോ ഉപയോഗിക്കുന്ന ആ ട്രേഡ് മാർക്കാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ അവർ വഴിയൊന്നും നിങ്ങൾ ബിസിനസ് കണക്ഷൻ ഉണ്ടാവാൻ പാടില്ല. അതേപോലെ ആ പ്രൊഹിബിറ്റഡ് സർവീസസുകൾ ചെയ്തു കൊടുക്കാനും പാടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഡിസ്ക്വാളിഫൈഡ് ടു ആക്ട് ആസ് എൻ ഓഡിറ്റർ. ത്രൂ എനി അതർ പേഴ്സൺ കണക്റ്റഡ് ഓർ റിലേറ്റീവ്സ് ആയിരിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. എനി അതർ പേഴ്സൺ കണക്റ്റഡ് ഓർ അസോസിയേറ്റഡ് വിത്ത് സച്ച് ഇൻഡിവിജ്വൽ. ഈ കണക്ഷൻ എങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്യാം? ഇൻ കേസ് ഓഫ് ഓഡിറ്റർ ഓഫ് ബീങ് എ ഫേം, ഓഡിറ്റർ ഒരു ഫേം ആണെന്നുണ്ടെങ്കിൽ ആ ഫേം വഴി പാടില്ല, അതിലെ പാർട്ട്നേഴ്സ് വഴി പാടില്ല, അതിന്റെ പാരന്റ് കമ്പനി വഴി പാടില്ല, അതിന്റെ സബ്സിഡറി കമ്പനി വഴി പാടില്ല, അതിന്റെ അസോസിയേറ്റ് കമ്പനി വഴി ഈ ഫേമിന്റെ പാരന്റ് ഫേം വഴിയോ അതിന്റെ സബ്സിഡറി ഫേം വഴിയോ അല്ലെങ്കിൽ അതിന്റെ അസോസിയേറ്റ് എൻറ്റിറ്റി വഴിയോ ഒന്നും നമ്മൾ ഈ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ഒന്നും ചെയ്യാൻ പാടില്ല. ത്രൂ എനി അതർ എൻറ്റിറ്റി ഇൻ വിച്ച് ദ ഫേം ഓർ പാർട്ണർ ഓഫ് ദ ഫേം ഹാസ് സിഗ്നിഫിക്കന്റ് ഇൻഫ്ലുവൻസ് ഓർ കൺട്രോൾ ഓർ ഹൂസ് നെയിം ഓർ ട്രേഡ് മാർക്ക് ഓർ ബ്രാൻഡ് ഈസ് യൂസ്ഡ് ബൈ ദ ഫേം ഓർ എനി ഓഫ് ഇറ്റ്സ് പാർട്ട്നേഴ്സ്. ഇതാണ് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഡിസ്ക്വാളിഫിക്കേഷൻസ് ഓഫ് ഓഡിറ്റർ. ഇനി സബ്സീക്വന്റ് ഡിസ്ക്വാളിഫിക്കേഷൻ 141(4). ഓഡിറ്ററെ അപ്പോയിന്റ് ചെയ്തു, പിന്നീടാണ് അദ്ദേഹത്തിന് ഇങ്ങനെ ഡിസ്ക്വാളിഫിക്കേഷൻസ് ഉണ്ടായത്. അദ്ദേഹത്തിന്റെ റിലേറ്റീവ്സ് ഷെയർ ഹോൾഡ് ചെയ്യുകയോ അല്ലെങ്കിൽ അദ്ദേഹം ഹോൾഡ് ചെയ്യുകയോ അദ്ദേഹത്തിന്റെ പാർട്ട്ണർ ഹോൾഡ് ചെയ്യുകയോ അല്ലെങ്കിൽ പറയപ്പെട്ട മറ്റുള്ള ഡിസ്ക്വാളിഫിക്കേഷൻസ് എല്ലാം പിന്നീട് അപ്പോയിന്റ്മെന്റ് ചെയ്തതിന് ശേഷം പിന്നീട് ഡിസ്ക്വാളിഫിക്കേഷൻസ് ഉണ്ടായി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? If an auditor after his appointment becomes subject to any of the above disqualification, നേരത്തെ പറഞ്ഞ ഡിസ്ക്വാളിഫിക്കേഷൻസ് ഏതെങ്കിലും അദ്ദേഹത്തെ അപ്പോയിന്റ് ചെയ്തതിന് ശേഷം ഉണ്ടായി കഴിഞ്ഞാൽ he shall be deemed to have automatically vacated his office and that vacancy shall be considered to be a casual vacancy. അദ്ദേഹം ഓട്ടോമാറ്റിക്കലി ഇതിൽ നിന്ന് വെക്കേറ്റ് ചെയ്തതായിട്ട് കണക്കാക്കപ്പെടും. അദ്ദേഹത്തിന് പിന്നെ ഓഡിറ്റർ ആയിട്ട് അവിടെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. ആൻഡ് ദാറ്റ് വേക്കൻസി ഷാൾ ബി ഡീംഡ് ടു ബി എ കാഷ്വൽ വേക്കൻസി. എന്താണ് കാഷ്വൽ വേക്കൻസി, എങ്ങനെ അത് ഫില്ല് ചെയ്യാം എന്നുള്ളതെല്ലാം നമുക്ക് പിന്നീട് പഠിക്കാം. അപ്പോൾ ഈ രണ്ട് വാക്കാണ് ഇവിടെ, രണ്ട് കീവേഡ്സ് ഉണ്ട്. എന്താണ്? ദാറ്റ് ഷാൾ ബി ഡീംഡ് ടു ഹാവ് ഓട്ടോമാറ്റിക്കലി വെക്കേറ്റഡ് ഹിസ് ഓഫീസ് and that vacancy shall be deemed to be a casual vacancy. അപ്പോൾ അതാണ് സബ്സീക്വന്റ് ആയിട്ട് ഉണ്ടാവുന്ന ഡിസ്ക്വാളിഫിക്കേഷൻ. സെക്ഷൻ 141 സബ്സെക്ഷൻ 4. ഇനി നേരത്തെ നമ്മൾ ഡിസ്ക്വാളിഫിക്കേഷൻസ് പറഞ്ഞപ്പോൾ സെക്ഷൻ 144 പറഞ്ഞ പ്രൊഹിബിറ്റഡ് സർവീസസ് ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. സെർട്ടൻ സർവീസസ് നോട്ട് ടു ബി റെൻഡേഡ് ബൈ ദ ഓഡിറ്റർ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി നമ്മൾ പറഞ്ഞു. സെക്ഷൻ 144 144 CRPC 144 നിരോധനാജ്ഞ എന്ന് പറയില്ലേ, അതേപോലെ കമ്പനീസ് ആക്ടിലെ സെക്ഷൻ 144 നിരോധനാജ്ഞയാണ്. ഓഡിറ്റർ നോട്ട് ടു റെൻഡർ സെർട്ടൻ സർവീസസ്, ഓൺലി ദി അപ്രൂവ്ഡ് സച്ച് സർവീസസ് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ഓഡിറ്റർ അതിന്റെ ഡയറക്ടേഴ്സോ അല്ലെങ്കിൽ ഓഡിറ്റ് കമ്മിറ്റി, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ ഓഡിറ്റ്, ചില കമ്പനികളിൽ സെക്ഷൻ 177 പ്രകാരം ചില കമ്പനികളിൽ ഓഡിറ്റ് കമ്മിറ്റി ഉണ്ടാവണം. അങ്ങനെ ഓഡിറ്റ് കമ്മിറ്റി ഉള്ള കമ്പനികളാണെങ്കിൽ ഓഡിറ്റ് കമ്മിറ്റിയോ അല്ലെങ്കിൽ അതിലെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സോ അപ്രൂവ് ചെയ്ത അതർ സർവീസസ് മാത്രമേ ഓഡിറ്റർ ചെയ്യാൻ പാടുള്ളൂ. ഓഡിറ്റർ ഓഫ് ദ കമ്പനി ക്യാൻ പ്രൊവൈഡ് ഓൺലി സച്ച് അതർ സർവീസസ് ആസ് അപ്രൂവ്ഡ് ബൈ ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഓർ ഓഡിറ്റ് കമ്മിറ്റി. നിങ്ങൾ ഓഡിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓഡിറ്റ് മാത്രം ചെയ്താൽ മതി. പക്ഷേ അതർ സർവീസസുകൾ നിങ്ങൾ ചെയ്യാം. അതർ സർവീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സോ ഓഡിറ്റ് കമ്മിറ്റിയോ അപ്രൂവ് ചെയ്ത അതർ സർവീസസ് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. പക്ഷെ ചില സർവീസസുകളൊന്നും ചെയ്യരുത് എന്ന് കമ്പനീസ് ആക്ട് പറയുന്നുണ്ട്. സെക്ഷൻ 144 പറയുന്നുണ്ട് പ്രൊഹിബിറ്റഡ് സർവീസസ്.
The following services shall not be provided by an auditor. ഇവിടെയും പറയുന്നുണ്ട് directly or indirectly. Directly ചെയ്യാൻ പാടില്ല, indirectly ചെയ്യാൻ പാടില്ല. ആർക്ക്? To the company or its holding company or its subsidiary company. കമ്പനിക്കും നിങ്ങൾ ചെയ്തു കൊടുക്കാൻ പാടില്ല, കമ്പനിയുടെ ഹോൾഡിംഗ് കമ്പനിക്കും അതേപോലെ കമ്പനിയുടെ സബ്സിഡിയറി കമ്പനികൾക്കും ഇത്തരം പ്രൊഹിബിറ്റഡ് സർവീസസ് ചെയ്തു കൊടുക്കാൻ പാടില്ല. ചെയ്യുന്നുണ്ടെങ്കിൽ യു ആർ ഡിസ്ക്വാളിഫൈഡ് ടു ആക്ട് ആസ് ആൻ ഓഡിറ്റർ. എന്തൊക്കെയാണെന്ന്? അക്കൗണ്ടിംഗ് ആൻഡ് ബുക്ക് കീപ്പിംഗ് സർവീസസ്, ABS. ഇന്റേണൽ ഓഡിറ്റ് ചെയ്യാൻ പാടില്ല. നിങ്ങൾ ഓഡിറ്റർ ആണെങ്കിൽ, നിങ്ങൾ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റർ ആണെങ്കിൽ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് മാത്രം ചെയ്യുക, ഇന്റേണൽ ഓഡിറ്റ് ചെയ്യാൻ പാടില്ല. അക്കൗണ്ടിംഗ് ആൻഡ് ബുക്ക് കീപ്പിംഗ് സർവീസ്, ഭയങ്കര സ്മാർട്ട് ആയിട്ടുള്ള ഓഡിറ്റേഴ്സ് അവിടുത്തെ അക്കൗണ്ടിങ്ങും ബുക്ക് കീപ്പിങ്ങും വൗച്ചർ വരെ ഉണ്ടാക്കി കൊടുക്കും, നല്ല കെട്ടി കൊടുക്കും. ഓക്കെ, ചെയ്യാൻ പാടില്ല. ഡിസൈൻ ആൻഡ് ഇംപ്ലിമെന്റേഷൻ ഓഫ് എനി ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ സിസ്റ്റം, ചെയ്യാൻ പാടില്ല. നിങ്ങൾ ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആവരുത്. ഓക്കെ, നിങ്ങൾ ഓഡിറ്റ് മാത്രം ചെയ്താൽ മതി. നിങ്ങൾ ഡയറക്റ്റ്ലിയും ചെയ്യാൻ പാടില്ല, ഇൻഡയറക്റ്റ്ലിയും ചെയ്യാൻ പാടില്ല കേട്ടോ. ആക്ച്വറിയൽ സർവീസസ് പാടില്ല. ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസറി സർവീസ്, IAS പാടില്ല. ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസറി സർവീസസ് പാടില്ല. ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിങ് സർവീസ്, IAS ഉണ്ടെങ്കിൽ IBS പാടില്ല. ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിങ് സർവീസസ്. റെൻഡറിംഗ് ഓഫ് ഔട്ട്സോഴ്സ്ഡ് ഫിനാൻഷ്യൽ സർവീസസ് പാടില്ല. മാനേജ്മെന്റ് സർവീസസ്, MS ചെയ്യാൻ പാടില്ല. IAS പാടില്ല, MS പാടില്ല. മാനേജ്മെന്റ് സർവീസ് കൈ കഴിഞ്ഞു. ഇത്ര 8 പറയുമ്പോഴത്തേനും കൈ കഴിഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനി അതർ സർവീസസ് ആസ് മേ പ്രിസ്ക്രൈബ്. ഇനിയും ഞങ്ങൾ പറയും കുറെ സർവീസസ് ഞങ്ങൾ പ്രിസ്ക്രൈബ് ചെയ്യും, റൂൾസിൽ പ്രിസ്ക്രൈബ് ചെയ്യും. ആ സർവീസസും ഓഡിറ്റർ ചെയ്യാൻ പാടില്ല. അപ്പൊ എന്തെല്ലാം സർവീസസ്? അക്കൗണ്ടിംഗ് ആൻഡ് ബുക്ക് കീപ്പിംഗ് സർവീസസ്, ഇന്റേണൽ ഓഡിറ്റ്, ഡിസൈൻ ആൻഡ് ഇംപ്ലിമെന്റേഷൻ ഓഫ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ സിസ്റ്റം, ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസറി സർവീസസ്, ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിംഗ് സർവീസസ്, റെൻഡറിംഗ് ഓഫ് ഔട്ട്സോഴ്സ്ഡ് ഫിനാൻഷ്യൽ സർവീസസ്, മാനേജ്മെന്റ് സർവീസസ് and such other services as may be prescribed. ഇത്തരം സംഭവങ്ങളൊന്നും ഓഡിറ്റർ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ചെയ്തു കൊടുക്കാൻ പാടില്ല ഫോർ ഇറ്റ്സ് കമ്പനി ഓർ ഇറ്റ്സ് ഹോൾഡിംഗ് കമ്പനി ഓർ സബ്സിഡിയറി കമ്പനി. റൈറ്റ്. ക്വാളിഫിക്കേഷൻസും ഡിസ്ക്വാളിഫിക്കേഷൻസും എല്ലാം കഴിഞ്ഞു. ഇനി ഒരു കമ്പനിയുടെ ആദ്യത്തെ ഓഡിറ്ററെ എപ്പോഴാണ് അപ്പോയിന്റ് ചെയ്യേണ്ടത്? സെക്ഷൻ 139 സബ്സെക്ഷൻ 6 ആൻഡ് 139 സബ്സെക്ഷൻ 7ലാണ് അത് പറയുന്നത്. 139 subsection 7 appointment of first auditors of a government company. ആരാ ഗവൺമെന്റ് കമ്പനി എന്നുള്ളത് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഗവൺമെന്റ് കമ്പനി ആരാണെന്നുള്ളത്. അതേപോലെ appointment of first auditors in any other company, മറ്റ് കമ്പനികൾ. 139 subsection 6. ഇവരുടെ ഫസ്റ്റ് ഓഡിറ്ററെ അപ്പോയിന്റ് ചെയ്യേണ്ടത് എപ്പോഴാണ്? ആദ്യം നോക്കാം. ഫസ്റ്റ് ഓഡിറ്റേഴ്സ് ഓഫ് എ ഗവൺമെന്റ് കമ്പനി, സെക്ഷൻ 139 subsection 7. Government company or any other company owned or controlled directly or indirectly by the central government or any state government or governments or partly by central government or partly by one or more state government. ഈ ഹെഡിങ്ങില് കമ്പനീസ് ആക്ടിലെ ഹെഡിങ്ങില് അപ്പോയിന്റ്മെന്റ് ഓഫ് ഓഡിറ്റേഴ്സ് ഓഫ് ഗവൺമെന്റ് കമ്പനി എന്നാണ് പറയുന്നുള്ളൂ. എങ്കിലും ഈ സെക്ഷന്റെ അകത്തേക്ക് പോയി കഴിഞ്ഞാൽ ഗവൺമെന്റ് കമ്പനികൾ മാത്രമല്ല, ഗവൺമെന്റ് കമ്പനിയുടെയും or important or any other company owned or controlled, ഗവൺമെന്റ് ഓൺ ചെയ്യുന്നതോ അല്ലെങ്കിൽ ഗവൺമെന്റ് കൺട്രോൾ ചെയ്യുന്നതോ ആയ കമ്പനികൾ, ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി, നേരിട്ടോ അല്ലാതെയോ, ആര് സെൻട്രൽ ഗവൺമെന്റോ സ്റ്റേറ്റ് ഗവൺമെന്റോ അല്ലെങ്കിൽ കുറെ സ്റ്റേറ്റ് ഗവൺമെന്റുകൾ ചേർന്നിട്ടോ അല്ലെങ്കിൽ പാർട്ട്ലി ബൈ സെൻട്രൽ ഗവൺമെന്റ്, പാർട്ട്ലി ബൈ വൺ ഓർ മോർ സ്റ്റേറ്റ് ഗവൺമെന്റ്, അങ്ങനെ
ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി കൺട്രോൾ ചെയ്യുന്ന കമ്പനികളുടെയും ഗവൺമെന്റ് കമ്പനികളുടെയും ഗവൺമെന്റ് ഓൺ ചെയ്യുകയോ കൺട്രോൾ ചെയ്യുകയോ ചെയ്യുന്ന കമ്പനികളുടെയും ഓഡിറ്റേഴ്സ്, ഫസ്റ്റ് ഓഡിറ്റേഴ്സിനെ അപ്പോയിന്റ് ചെയ്യേണ്ടത് ദ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ, CAG ആണ് ആ ഓഡിറ്ററെ അപ്പോയിന്റ് ചെയ്യാൻ. എന്ന് അപ്പോയിന്റ് ചെയ്യണം? വിത്തിൻ 60 days ഫ്രം ദ ഡേറ്റ് ഓഫ് രജിസ്ട്രേഷൻ ഓഫ് ദ കമ്പനി. കമ്പനി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ, കമ്പനി ജനിച്ചു വീണ് കഴിഞ്ഞാൽ 60 ദിവസത്തിനുള്ളിൽ അതിന്റെ ഓഡിറ്റേഴ്സിനെ ഗവൺമെന്റ് കമ്പനിയുടെയോ ഗവൺമെന്റ് കൺട്രോൾ ചെയ്യുന്ന കമ്പനികളുടെയോ ഓഡിറ്ററെ അപ്പോയിന്റ് ചെയ്യാനുള്ള അധികാരം കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യക്കാണ്. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ അപ്പോയിന്റ് ചെയ്യുന്ന ഓഡിറ്റർ ആരായിരിക്കണം? അത് ചാർട്ടേഡ് അക്കൗണ്ടന്റ് തന്നെ ആയിരിക്കണം. ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആരാന്ന് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ചാർട്ടേഡ് അക്കൗണ്ടന്റിനെയാണ് ഓഡിറ്ററായിട്ട് അപ്പോയിന്റ് ചെയ്യുക. അപ്പോയിന്റ് ചെയ്യാനുള്ള അധികാരം കൊടുത്തിരിക്കുന്നത് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യക്കാണ്. റൈറ്റ്? അല്ലാണ്ട് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ അല്ല അതിന്റെ ഓഡിറ്റർ. The auditor shall be appointed by the Controller and Auditor General of India within 60 days from the date of registration of the company. CAG അത് ചെയ്തില്ലെങ്കിൽ, in case of failure of the above, കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് ഓഡിറ്റർ അപ്പോയിന്റ് ചെയ്യാം. ഫസ്റ്റ് ഓഡിറ്റർ അപ്പോയിന്റ് ചെയ്യാം വിത്തിൻ നെക്സ്റ്റ് 30 days. അടുത്ത 60 ദിവസത്തിനുള്ളിൽ ഓഡിറ്റർ അപ്പോയിന്റ് ചെയ്യാം. അപ്പൊ 30 days. ആദ്യം 60 days ഫ്രം ദ ഡേറ്റ് ഓഫ് രജിസ്ട്രേഷൻ CAG ചെയ്യണം. CAG ചെയ്തില്ലെങ്കിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അടുത്ത 30 ദിവസത്തിനുള്ളിൽ ഓഡിറ്ററെ അപ്പോയിന്റ് ചെയ്യണം. ഈ ബോർഡും അത് ഫെയിലിയർ ആയി കഴിഞ്ഞാൽ, ബോർഡും അത് അപ്പോയിന്റ് ചെയ്തില്ലെങ്കിൽ മെമ്പേഴ്സിനെ അത് ഇൻഫോം ചെയ്യണം. മെമ്പേഴ്സ് അടുത്ത 60 ദിവസത്തിനുള്ളിൽ ഒരു എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ്, ഒരു EGM വിളിച്ചു കൂട്ടിക്കൊണ്ട് അതിൽ വെച്ചിട്ട് ഓഡിറ്ററെ അപ്പോയിന്റ് ചെയ്യണം. അപ്പൊ ഓഡിറ്റർ ഇല്ലാത്തൊരു സിറ്റുവേഷൻ ഉണ്ടാവരുത്. കമ്പനി ജനിച്ചു കഴിഞ്ഞാൽ ഒരു ഗവൺമെന്റ് കമ്പനിയോ അല്ലെങ്കിൽ അത് ഗവൺമെന്റ് ഓൺ ചെയ്യുന്ന കമ്പനികളോ ആണെങ്കിൽ, കൺട്രോൾ ചെയ്യുന്ന കമ്പനികളോ ആണെങ്കിൽ, അതിന്റെ ഓഡിറ്ററെ, ഫസ്റ്റ് ഓഡിറ്ററെ അപ്പോയിന്റ് ചെയ്യേണ്ടത് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യയാണ്. അത് വിത്തിൻ 60 days ഫ്രം ദ ഡേറ്റ് ഓഫ് രജിസ്ട്രേഷൻ അത് ചെയ്യണം. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ അത് ചെയ്തില്ലെങ്കിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ചെയ്യണം വിത്തിൻ നെക്സ്റ്റ് 30 days. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സും അത് ചെയ്തില്ലെങ്കിൽ കമ്പനിയുടെ മെമ്പേഴ്സിന് അത് ഇൻഫോം ചെയ്യണം. എന്നിട്ടൊരു എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ് വിളിച്ചു കൂട്ടിക്കൊണ്ട് വിത്തിൻ നെക്സ്റ്റ് 60 days ഉള്ളിൽ അത് ഓഡിറ്ററെ അപ്പോയിന്റ് ചെയ്യണം. റൈറ്റ്? ആരെ ഗവൺമെന്റ് കമ്പനി എന്ന് പറയുന്നത്? ഗവൺമെന്റ് കമ്പനി മീൻസ് എനി കമ്പനി in which not less than 50% of 51% of the paid up share capital is held by central government, state government or governments, partly by central government or and partly by one or more state government, and includes, ഇത് പ്രധാനപ്പെട്ട സംഭവമാണ്, and includes a company which is a subsidiary of such government company. ഗവൺമെന്റ് കമ്പനികളുടെ സബ്സിഡറി കമ്പനികളും ഗവൺമെന്റ് കമ്പനി ആയിട്ടാണ് അറിയപ്പെടുന്നത്. ഇത് മാത്രമല്ല, ഇതെല്ലാവരും പറയും. സെൻട്രൽ ഗവൺമെന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റ്, ഗവൺമെന്റ് പാർട്ട്ലി ബൈ സെൻട്രൽ, പാർട്ട്ലി ബൈ സ്റ്റേറ്റ് ഗവൺമെന്റ് എന്നൊക്കെ പറയും. പക്ഷെ ആൻഡ് ഇൻക്ലൂഡ്സ്, ഇത് ഇമ്പോർട്ടന്റ് ആണ്, ആൻഡ് ഇൻക്ലൂഡ്സ് എ കമ്പനി വിച്ച് ഈസ് എ സബ്സിഡറി ഓഫ് എനി കമ്പനി, എനി സച്ച് ഗവൺമെന്റ് കമ്പനി, സബ്സിഡറി ഓഫ് സച്ച് എനി ഗവൺമെന്റ് കമ്പനി. ഗവൺമെന്റ് കമ്പനിയുടെ സബ്സിഡറി ആണെങ്കിൽ ആ കമ്പനിയെയും ഗവൺമെന്റ് കമ്പനിയായിട്ട് കണക്കാക്കും. റൈറ്റ്? ഇനി അപ്പോയിന്റ്മെന്റ് ഓഫ് ഫസ്റ്റ് ഓഡിറ്റേഴ്സ് ഓഫ് എനി അതർ കമ്പനി. നമ്മളിപ്പോ പറഞ്ഞത് ഗവൺമെന്റ് കമ്പനിയുടെ ഫസ്റ്റ് ഓഡിറ്റേഴ്സ് ആണ്. ഇനി അതർ കമ്പനിയുടെ ഫസ്റ്റ് ഓഡിറ്റേഴ്സിനെ എപ്പോഴാണ് അപ്പോയിന്റ് ചെയ്യേണ്ടത്? അപ്പോയിന്റ്മെന്റ് ഓഫ് ഫസ്റ്റ് ഓഡിറ്റേഴ്സ് ഓഫ് other company shall be done by the board of directors by passing a board resolution within 30 days from the date of registration of the company. കമ്പനി രജിസ്റ്റർ ചെയ്തിട്ട് 30 ദിവസത്തിനുള്ളിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് മീറ്റിംഗ് കൂടിയിട്ട് ആ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഒരു റെസൊല്യൂഷൻ പാസ് ആക്കിക്കൊണ്ട് അവിടെ വെച്ചിട്ട് ഒരു ഓഡിറ്ററെ അപ്പോയിന്റ് ചെയ്യണം. ഫസ്റ്റ് ഓഡിറ്റർ അപ്പോയിന്റ് ചെയ്യേണ്ടത് ഗവൺമെന്റ് കമ്പനിയുടെ കേസുകളിലാണെങ്കിൽ ഫസ്റ്റ് ഓഡിറ്റർ 60 days ഫ്രം ദ ഡേറ്റ് ഓഫ് രജിസ്ട്രേഷൻ ആയിരുന്നു. ഇവിടെ എത്രയാണ്? 30 days ഫ്രം ദ ഡേറ്റ് ഓഫ് രജിസ്ട്രേഷൻ. വെറും 30 days എന്ന് പറഞ്ഞ് നിർത്തരുത്. 30 days ഫ്രം ദ ഡേറ്റ് ഓഫ് രജിസ്ട്രേഷൻ.
30 days from the end of the financial year ആണോ, 30 days from the end of the assessment year ആണോ, 30 days from the date of August 15th ആണോ, 30 days അങ്ങനെയല്ലേ? അപ്പോൾ പറയാം 30 days from the date of registration of the company. ഓക്കെ, അങ്ങനെ പറഞ്ഞാലാണ് അത് ഫുൾ ആവുള്ളൂ, അല്ലെങ്കിൽ വെട്ടിട്ടുണ്ടാവും. ഓക്കെ, വെറും 30 days മാത്രം എഴുതി കഴിഞ്ഞാണെന്നുണ്ടെങ്കിൽ അത് ശരിയല്ല. 30 days from the date of registration of the company. കമ്പനി രജിസ്റ്റർ ചെയ്തിട്ട് 30 daysനുള്ളിൽ അതിന്റെ ഓഡിറ്ററെ അപ്പോയിന്റ് ചെയ്യണം. അത് ഓഡിറ്റർ അപ്പോയിന്റ് ചെയ്യാനുള്ള അധികാരം ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനാണ് അതിന്റെ അധികാരം. അതിനുവേണ്ടി ഒരു ബോർഡ് റെസൊല്യൂഷൻ പാസ്സാക്കണം. ബോർഡ് അത് ചെയ്തില്ലെങ്കിൽ it shall inform the members of its failure and members shall appoint the auditor within 90 days in an extraordinary general meeting. അത് അപ്പോയിന്റ് ചെയ്യാനുള്ള അധികാരം പിന്നെ മെമ്പേഴ്സിനാണ്. അത് 90 daysനുള്ളിൽ അപ്പോയിന്റ് ചെയ്യാം in an extraordinary general meeting. ഒരു EGM വിളിച്ചു വിടണം. അതായത് AGM ഒക്കെ വിളിക്കാൻ സമയമാവുന്നുള്ളൂ, ഫിനാൻഷ്യൽ ഇയർ എൻഡ് ആയിട്ടാണ് AGM വിളിക്കുക. ഇത് എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ് വിളിച്ചുകൊണ്ട് അവിടെ വെച്ചുകൊണ്ട് ഓഡിറ്ററെ അപ്പോയിന്റ് ചെയ്യണം, ഫസ്റ്റ് ഓഡിറ്ററായി. അപ്പോൾ ഒരു കമ്പനി ജനിച്ചു കഴിഞ്ഞാൽ ചാർട്ടേഡ് അക്കൗണ്ടന്റിനുള്ള റേഷനായി. ഓക്കെ, എല്ലാ കമ്പനികളും ഓഡിറ്ററെ അപ്പോയിന്റ് ചെയ്യണം, നിർബന്ധമാണ്. ഗവൺമെന്റ് കമ്പനി ആണെങ്കിലും അല്ലാത്ത കമ്പനി ആണെങ്കിലും ഓഡിറ്ററെ അപ്പോയിന്റ് ചെയ്യണം. ഫസ്റ്റ് ഓഡിറ്റേഴ്സിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. ഇനി ഈ ഫസ്റ്റ് ഓഡിറ്റർക്ക് എത്ര സമയം വരെ ഓഡിറ്റർ ആവാം? ഫസ്റ്റ് ഓഡിറ്റർ ഷാൾ ഹോൾഡ് ഓഫീസ് ടിൽ ദ കൺക്ലൂഷൻ ഓഫ് ദ ഫസ്റ്റ് ആനുവൽ ജനറൽ മീറ്റിംഗ്. ഈ കമ്പനി ആദ്യത്തെ ജനറൽ മീറ്റിംഗ് കൺക്ലൂഡ് ചെയ്യുന്നത് വരെ ഈ അപ്പോയിന്റ് ചെയ്യപ്പെട്ട ഫസ്റ്റ് ഓഡിറ്റർക്ക് ഓഡിറ്ററായിട്ട് കണ്ടിന്യൂ ചെയ്യാം. ദ ഓഡിറ്റർ അപ്പോയിന്റഡ് ആസ് ഫസ്റ്റ് ഓഡിറ്റർ ഷാൾ കണ്ടിന്യൂ as an auditor shall hold office till the conclusion of the first annual general meeting. ഈ ഓഡിറ്റർ നമ്മൾ ഫസ്റ്റ് ഓഡിറ്റർ അപ്പോയിന്റ് ചെയ്തു, ആ ഓഡിറ്റർ റിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ, അദ്ദേഹം റിസൈൻ ചെയ്യുകയാണെങ്കിൽ പിന്നെ ബോർഡിന് സ്റ്റിൽ ഹാസ് പവർ, ബോർഡിന് തന്നെ വേറൊരാളെ ഓഡിറ്ററായിട്ട് അപ്പോയിന്റ് ചെയ്യാം. ഫസ്റ്റ് AGM-ലാണ് മെമ്പേഴ്സിനുള്ള പവർ വരുന്നത്. ഓഡിറ്റർ അപ്പോയിന്റ് ചെയ്യാനുള്ള പവർ എല്ലാം മെമ്പേഴ്സിന് വരുന്നത് ഫസ്റ്റ് AGM മുതലാണ്. അപ്പൊ അതുവരെ ബോർഡിന് തന്നെ അത് അപ്പോയിന്റ് ചെയ്യാനുള്ള അധികാരമുണ്ട്. ബോർഡ് അപ്പോയിന്റ് ചെയ്ത ഓഡിറ്റർ റിസൈൻ ചെയ്യുകയോ മറ്റോ ചെയ്താൽ ബോർഡിന് തന്നെ അത് ഫിൽ ചെയ്യാം. സബ്സീക്വന്റ് ആയിട്ട് വരുന്ന ഓഡിറ്റേഴ്സ്, അതായത് ആനുവൽ ജനറൽ മീറ്റിംഗിൽ അപ്പോയിന്റ് ചെയ്യപ്പെടുന്ന ഓഡിറ്റേഴ്സ്. എവരി കമ്പനി, എല്ലാ കമ്പനികളും ഓഡിറ്റർ അപ്പോയിന്റ് ചെയ്യണം കേട്ടോ. എവരി ആണ് കേട്ടോ, എവരി. അതുകൊണ്ടാണ് എല്ലാവരും CA പഠിക്കുന്നത്. എവരി കമ്പനി ഷാൾ അപ്പോയിന്റ് എൻ ഇൻഡിവിജ്വൽ ഓർ എ ഫേം. ഇൻഡിവിജ്വലിനെ അപ്പോയിന്റ് ചെയ്യാം അല്ലെങ്കിൽ ഫേമിനെ അപ്പോയിന്റ് ചെയ്യാം. നേരത്തെ പറഞ്ഞതാണ്. ആസ് എൻ ഓഡിറ്റർ ഓഫ് ദ കമ്പനി അറ്റ് ഇറ്റ്സ് ഫസ്റ്റ് AGM. ആദ്യത്തെ AGM-ൽ തന്നെ ഓഡിറ്ററെ അപ്പോയിന്റ് ചെയ്യാം. ഫസ്റ്റ് ഓഡിറ്റർ ഓൾറെഡി അവിടെ ഉണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ ടൈം, അദ്ദേഹത്തിന്റെ ഓഡിറ്റർ എന്നുള്ള ഇത് അദ്ദേഹത്തിന്റെ ഓഡിറ്റ് അവസാനിക്കുന്നത് ഈ ഫസ്റ്റ് AGM കൺക്ലൂഡ് ചെയ്യുന്നത് വരെ അദ്ദേഹം ഓഡിറ്ററാണ്. അപ്പൊ ഫസ്റ്റ് AGM-ൽ നമ്മളൊരു പുതിയ ഓഡിറ്റർ അപ്പോയിന്റ് ചെയ്യാം, അല്ലെങ്കിൽ അദ്ദേഹത്തിന് തന്നെ വീണ്ടും ഓഡിറ്ററായിട്ട് റീ അപ്പോയിന്റ് ചെയ്യാം. അപ്പോൾ എവരി കമ്പനി ഷാൾ അപ്പോയിന്റ് ആസ് an individual or a firm as an auditor of the company at its first AGM. അദ്ദേഹത്തിന് എത്ര വരെ സമയം ഉണ്ടാവും? The auditor shall hold the office from the conclusion of the first AGM till the conclusion of the 6th AGM. 5 വർഷത്തേക്കാണ് ഒരു ഓഡിറ്ററെ അപ്പോയിന്റ് ചെയ്യുന്നത്. സബ്സീക്വന്റ് ആയിട്ട് വരുന്ന ഓഡിറ്റേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുന്നത് 5 വർഷത്തേക്കാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ടൈം എന്ന് പറയുന്നത് ഫ്രം ദ കൺക്ലൂഷൻ ഓഫ് ദ ഫസ്റ്റ് AGM till the conclusion of the 6th AGM and thereafter till the conclusion of every 6th AGM. അപ്പോൾ ആ 6th AGM-ൽ വീണ്ടും റീ അപ്പോയിന്റ് ആയി കഴിഞ്ഞാൽ till the conclusion of the next 6th AGM. 5 വർഷത്തേക്കാണ് ഓഡിറ്റേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുന്നത്. അങ്ങനെ ഓഡിറ്റർ അപ്പോയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് റാറ്റിഫൈ ചെയ്യണം എന്നെല്ലാം പറയുന്നുണ്ട്. ഞാനിപ്പോൾ അതിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. ഇനി സബ്സീക്വന്റ് ഓഡിറ്റേഴ്സ് ഓഫ് എ ഗവൺമെന്റ് കമ്പനി. ഗവൺമെന്റ് കമ്പനിയുടെ സബ്സീക്വന്റ് ആയിട്ട് വരുന്ന ഓഡിറ്റേഴ്സ്. ഫസ്റ്റ് ഓഡിറ്റേഴ്സിനെ C&AG നമ്മൾ അപ്പോയിന്റ് ചെയ്തു ഫ്രം 60 days ഫ്രം ദ ഡേറ്റ് ഓഫ് രജിസ്ട്രേഷൻ. അത് ചെയ്തില്ലെങ്കിൽ പിന്നെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ചെയ്തു. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ചെയ്തില്ലെങ്കിൽ മെമ്പേഴ്സ് ചെയ്തു.
സബ്സീക്വന്റ് ആയിട്ട് വരുന്ന ഓഡിറ്റേഴ്സിനെ അപ്പോയിന്റ് ചെയ്യാനുള്ള അധികാരവും CA&AGക്ക് തന്നെയാണ്. അപ്പോയിന്റ് ചെയ്യുന്ന ആള് ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആയിരിക്കണം, ക്വാളിഫൈഡ് ടു ബി അപ്പോയിന്റഡ് ആസ് ആൻ ഓഡിറ്റർ അണ്ടർ ദി ആക്ട്. എന്ന് അപ്പോയിന്റ് ചെയ്യണം വിത്തിൻ 180 days ഫ്രം ദ കമൻസ്മെന്റ് ഓഫ് ദ ഫിനാൻഷ്യൽ. ഓക്കെ, ഈ 180 days എന്ന് പറഞ്ഞിട്ട് നിർത്തരുത്. 180 days ഫ്രം ദ കമൻസ്മെന്റ് ഓഫ് ദ ഫിനാൻഷ്യൽ ഇയർ. ഫിനാൻഷ്യൽ ഇയർ തുടങ്ങിയിട്ട് 180 daysനുള്ളിൽ ഗവൺമെന്റ് കമ്പനിയുടെ ഓഡിറ്ററെ Controller and Auditor General of India shall appoint the auditor within 180 days from the date of commencement of the financial year. അദ്ദേഹത്തിന്റെ ടൈം till the conclusion of the AGM, annual general meeting കൺക്ലൂഡ് ചെയ്യുന്നത് വരെയാണ് അദ്ദേഹത്തിന്റെ ടൈം. Reappointment of retiring auditor, section 139 subsection 9. ഓരോ AGM-ലും റിട്ടയർ ചെയ്യുന്ന ഓഡിറ്ററെ തന്നെ റീഅപ്പോയിന്റ് ചെയ്യാം if the retiring auditor is not disqualified for reappointment. അദ്ദേഹത്തിന് നമ്മൾ നേരത്തെ പറഞ്ഞ 141(3)ൽ പറയുന്ന ഡിസ്ക്വാളിഫിക്കേഷൻസ് ഒന്നും ഇല്ലെങ്കിൽ അദ്ദേഹത്തെ വീണ്ടും ഓഡിറ്റർ ആയിട്ട് തന്നെ റീഅപ്പോയിന്റ് ചെയ്യാം. If the retiring auditor has not given the company a notice in writing in his unwillingness to be reappointed, അദ്ദേഹം എഴുതി തന്നു എനിക്ക് ഇനി ഓഡിറ്റർ ആവാൻ താല്പര്യമില്ല എന്ന് അദ്ദേഹം അൺവില്ലിങ്നെസ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തെ വീണ്ടും ഓഡിറ്റർ ആയിട്ട് റീഅപ്പോയിന്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അത് തന്നില്ലെങ്കിൽ അദ്ദേഹം എലിജിബിൾ ടു ബി റീഅപ്പോയിന്റഡ് ആണ്. If a special resolution has not been passed at that meeting appointing another auditor instead of the retiring auditor or providing expressly that the retiring auditor shall not be reappointed. ഈ റിട്ടയർ ചെയ്യുന്ന ഓഡിറ്ററെ ഇനി റീഅപ്പോയിന്റ് ചെയ്യരുത് എന്ന് ഒരു റെസൊല്യൂഷൻ, സ്പെഷ്യൽ റെസൊല്യൂഷൻ മീറ്റിംഗിൽ പാസ്സാക്കിയിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ ഇദ്ദേഹത്തെ ഇനി റീഅപ്പോയിന്റ് ചെയ്യരുത്, വേറൊരു ആളെ റീഅപ്പോയിന്റ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു റെസൊല്യൂഷൻ പാസ്സാക്കിയിട്ടില്ലെങ്കിൽ ഇദ്ദേഹം എലിജിബിൾ ആണ് ടു ബി റീഅപ്പോയിന്റ്. ഓക്കെ, when a retiring auditor eligible to be reappointed. ഒന്നെന്താണ്? if he is not disqualified. Second one, he has not given his unwillingness to be reappointed. Third one, a special resolution has not been passed for appointing another auditor instead of the retiring auditor or providing expressly that the retiring auditor shall not be reappointed. അങ്ങനെ ഒരു സ്പെഷ്യൽ നോട്ടീസ് ഒക്കെ വന്നുകൊണ്ട് ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ ഒന്നും പാസ്സാക്കിയിട്ടില്ലെങ്കിൽ അദ്ദേഹത്തെ ഓഡിറ്റർ ആയിട്ട് വീണ്ടും റീഅപ്പോയിന്റ് ചെയ്യാം. അദ്ദേഹം എലിജിബിൾ ആണ്. 139 സബ്സെക്ഷൻ 9. ഇനി ഓഡിറ്റർ റൊട്ടേറ്റ് ചെയ്യണം. റൊട്ടേഷൻ ഓഫ് ഓഡിറ്റർ, സെക്ഷൻ 139(2), 139(3), 139(4 and rule 5 and rule 6 of companies audit and auditors rule 2014. ഓഡിറ്റർ റൊട്ടേറ്റ് ചെയ്യണം. സ്ഥിരമായിട്ട് ഒരു ഓഡിറ്റർ തന്നെ ആ കമ്പനിയിൽ ഉണ്ടാവാൻ പാടില്ല. പല ഫ്രോഡുകളും ചില അടുത്ത കാലത്തായിട്ട് നടന്നു. സ്ഥിരമായിട്ട് ഒരു ഓഡിറ്റർ തന്നെയാണെങ്കിൽ ഉണ്ടാവാൻ സാധ്യത ഉണ്ട്. അപ്പൊ അതുകൊണ്ട് കമ്പനീസ് ആക്ടിൽ ഒരു പുതിയ പ്രൊവിഷൻസ് കൊണ്ടുവന്നു, റൊട്ടേഷൻ ഓഫ് ഓഡിറ്റേഴ്സ്. സെക്ഷൻ 139(2). നോ ലിസ്റ്റഡ് കമ്പനി, എല്ലാവർക്കും ഇത് ബാധകമല്ല, ലിസ്റ്റഡ് കമ്പനികൾക്ക് മാത്രം. നോ ലിസ്റ്റഡ് കമ്പനി or a company belongs to such class or class of company as may prescribe. ലിസ്റ്റഡ് കമ്പനികളും അതേപോലെ പ്രിസ്ക്രൈബ് ചെയ്യും, ഗവൺമെന്റ് റൂൾസ് വഴി പ്രിസ്ക്രൈബ് ചെയ്യും. ആ പ്രിസ്ക്രൈബ് ചെയ്ത കമ്പനികളും ഷാൾ അപ്പോയിന്റ് ഓർ റീഅപ്പോയിന്റ്, അപ്പോയിന്റ് ചെയ്യുകയോ റീഅപ്പോയിന്റ് ചെയ്യുകയോ ചെയ്യരുത്. നോ ആദ്യം പറയട്ടെ, നോ അപ്പോയിന്റ് ഓർ റീഅപ്പോയിന്റ്, ഇവരൊന്നും ചെയ്യരുത്. അപ്പോയിന്റ് ചെയ്യുകയോ റീഅപ്പോയിന്റ് ചെയ്യുകയോ ചെയ്യരുത്. ആര്? ലിസ്റ്റഡ് കമ്പനികളും പ്രിസ്ക്രൈബ് ചെയ്ത കമ്പനികളും. an individual, ഒരു ഇൻഡിവിജ്വലിനെ as an auditor of for more than one term of 5 consecutive years, 5 വർഷത്തിൽ കൂടുതൽ ടൈമിലേക്ക് ഓഡിറ്റർ ആയിട്ട് അപ്പോയിന്റ് ചെയ്യരുത്.
an audit firm, ഒരു ഫേം ആണെങ്കിൽ 2 terms of 5 consecutive years, 10 വർഷത്തിൽ കൂടുതൽ ഓഡിറ്റർ ആയിട്ട് നിൽക്കാൻ പാടില്ല. എല്ലാ കമ്പനികളിലും അല്ല, ലിസ്റ്റഡ് കമ്പനികളിൽ, അതേപോലെ പ്രിസ്ക്രൈബ് ചെയ്ത കമ്പനികളിൽ. ഇൻഡിവിജ്വൽ ആണെങ്കിൽ 5 വർഷത്തിൽ കൂടുതൽ പാടില്ല. ഒരു ഫേം ആണെങ്കിൽ, ഓഡിറ്റ് ഫേം ആണെങ്കിൽ, ഫേം ഇൻക്ലൂഡിംഗ് LLP ആണെങ്കിൽ 2 terms of 5 consecutive years, 10 വർഷത്തിൽ കൂടുതൽ സെയിം കമ്പനിയുടെ ഓഡിറ്റർ ആയിട്ട് ഇരിക്കാൻ പാടില്ല. ലിസ്റ്റഡ് കമ്പനികളുടെയോ പ്രിസ്ക്രൈബ്ഡ് കമ്പനികളുടെയോ ഓഡിറ്റർ ആയിട്ട് ഇരിക്കാൻ പാടില്ല. ആരൊക്കെയാണ് പ്രിസ്ക്രൈബ് ചെയ്ത കമ്പനികൾ? ഒന്ന് അൺലിസ്റ്റഡ് പബ്ലിക് കമ്പനീസ്. ലിസ്റ്റഡ് കമ്പനികൾ എന്തായാലും പാടില്ല. അൺലിസ്റ്റഡ് പബ്ലിക് കമ്പനീസ് ഹാവിംഗ് പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ഓഫ് ₹10 crore or more. Public company having paid up share capital of ₹10 crore or more. Private company having paid up share capital of ₹50 crore. ഇത് 50 കോടിയാണ്. നേരത്തെ ഒരു 20 കോടിയൊക്കെ ആയിരുന്നു, ഇപ്പോൾ 50 കോടിയാക്കി. 50 crores or more. വളരെ ചുരുക്കം കമ്പനികൾക്കാണ് അപ്പോൾ റൊട്ടേഷൻ അപ്ലിക്കബിൾ ആവുക. All companies having paid up share capital below the above specified limit, but having, ഈ paid up share capital ഇതിനേക്കാളൊക്കെ കുറവാണ്, പക്ഷേ having public borrowing from financial institution, banks or public deposits of ₹50 crores or more. ബോറോയിങ്സോ അല്ലെങ്കിൽ പബ്ലിക്കിന്റെ കയ്യിൽ നിന്ന് ഡെപ്പോസിറ്റ്സോ ഉണ്ടെങ്കിൽ ഓഫ് 50 crores or more ഉണ്ടെങ്കിൽ ഇവർക്കെല്ലാം റൊട്ടേഷൻ പ്രിൻസിപ്പിൾ അപ്ലിക്കബിൾ ആണ്. അപ്പോൾ നമുക്ക് പറയാം ലിസ്റ്റഡ് കമ്പനികളും ലിസ്റ്റഡ് കമ്പനികളല്ലാത്ത പബ്ലിക് കമ്പനികൾ അവരുടെ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ 10 കോടിയോ അതിൽ കൂടുതലോ ഉണ്ടെങ്കിൽ, പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ 50 കോടിയോ അതിൽ കൂടുതലോ ഉണ്ടെങ്കിൽ, എല്ലാ കമ്പനികളും പക്ഷെ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ഇതിനേക്കാളും കുറവാണ്, പക്ഷെ ബോറോയിങ്സോ അല്ലെങ്കിൽ പബ്ലിക് ഡെപ്പോസിറ്റ്സോ 50 കോടിയോ അതിൽ കൂടുതലോ ഉണ്ടെങ്കിൽ റൊട്ടേഷൻ പ്രിൻസിപ്പിൾ അപ്ലിക്കബിൾ ആണ്. ഓഡിറ്റർ ഇൻഡിവിജ്വൽ ആണെങ്കിൽ 5 വർഷത്തിൽ കൂടുതൽ അപ്പോയിന്റ് ചെയ്യാൻ പാടില്ല. ഓഡിറ്റർ ഒരു ഫേം ആണെങ്കിൽ 10 വർഷത്തിൽ കൂടുതൽ അപ്പോയിന്റ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ലിസ്റ്റഡ് കമ്പനികൾക്കും പ്രിസ്ക്രൈബ്ഡ് കമ്പനികൾക്കും മാത്രമാണ് ഇത് അപ്ലിക്കബിൾ. എക്സാമ്പിൾ: പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ഹാവിംഗ് പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ഓഫ് ₹19 crore, 19 കോടി പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ഉണ്ട്. അപ്പൊ അവര് 50 താഴെയാണ്, 50 താഴെ അല്ലെങ്കിൽ 49 കോടി ഉണ്ട്. ബട്ട് ഹാവിംഗ് ബോറോയിങ്സ് ഓഫ് 50 crores ഫ്രം ബാങ്ക്, അവർക്ക് ബാങ്കിൽ നിന്ന് 50 കോടി ബോറോയിങ്സ് ഉണ്ട്. അപ്പൊ ഇത് അപ്ലിക്കബിൾ ആണ്, റൊട്ടേഷൻ പ്രിൻസിപ്പിൾ അപ്ലിക്കബിൾ ആണ്. Rotation of audit is not applicable to one-person company and small company. One-person കമ്പനികൾക്കും സ്മോൾ കമ്പനികൾക്കും റൊട്ടേഷൻ പ്രിൻസിപ്പിൾ അപ്ലിക്കബിൾ അല്ല. ഓക്കെ, ഇങ്ങനെ ആ 5 years ഇൻഡിവിജ്വൽസ് കംപ്ലീറ്റ് ചെയ്തു, അല്ലെങ്കിൽ ആ ഫേം 10 years കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കൂൾ ഓഫ് പീരീഡ് ഉണ്ട്. An individual auditor who has completed his term shall not be eligible for appointment as an auditor in the same company for 5 years from the completion of his term. അദ്ദേഹം ഓൾറെഡി 5 years കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത 5 വർഷത്തേക്ക് അദ്ദേഹത്തിന് സെയിം കമ്പനിയുടെ ഓഡിറ്റർ ആവാൻ പറ്റില്ല. ഈ 5 വർഷത്തെയാണ് കൂൾ ഓഫ് പീരീഡ് എന്ന് പറയുന്നത്. അതേപോലെ ഫേം ഓൾറെഡി 10 years ഓഡിറ്റ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫേമിന് അടുത്ത 5 വർഷത്തേക്ക് സെയിം കമ്പനിയുടെ ഓഡിറ്റർ ആവാൻ പറ്റില്ല. ഫേം ആയാലും ഇൻഡിവിജ്വൽ ആയാലും കൂൾ ഓഫ് പീരീഡ് എന്ന് പറയുന്നത് 5 years ആണ്. എല്ലാവർക്കും കൂൾ ഓഫ് പീരീഡ് 5 years ആണ്. ഓക്കെ, 5 years ആണ് കൂൾ ഓഫ് പീരീഡ്. ഈ പീരീഡിൽ ആ സെയിം കമ്പനിയുടെ ഓഡിറ്റർ ആവാൻ പാടില്ല എന്നേ ഉള്ളൂ. വേറെ കമ്പനികളൊക്കെ ഓഡിറ്റ് ചെയ്യാം, സെയിം കമ്പനിയുടെ ഓഡിറ്റർ ആവാൻ പറ്റില്ല. വേറെ ഓഡിറ്റേഴ്സ് വന്ന് അവിടെ ഓഡിറ്റ് ചെയ്യട്ടെ. ഓക്കെ, നമ്മൾ തന്നെ സെയിം കമ്പനി സ്ഥിരമായിട്ട് ഓഡിറ്റ് ചെയ്യാൻ പാടില്ല. കോമൺ പാർട്ട്നേഴ്സ്, നിങ്ങൾ any audit firm having common partners on the date of appointment in the retiring audit firm whose tenure has expired immediately preceding the financial shall not be appointed as auditor for a period of 5 years. For example, നമ്മൾ ABCN കമ്പനി ഒരു ഓഡിറ്റ് ഫേം ആണ്. ഓഡിറ്റ് ഫേമിന്റെ പേര് ABCN കമ്പനിയാണ്. എയും ബിയും സിയും പാർട്ട്ണർ ആണ് ഇവിടെ.
ABCN partners. വേറൊരു ഓഡിറ്റ് കമ്പനി XYCN കമ്പനി. ഈ ABC ഓഡിറ്റ് ഓൾറെഡി 10 years ഓഡിറ്റ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. പക്ഷെ XYC എന്നൊരു വേറെ ഓഡിറ്റ് ഫേം ഉണ്ട്. ആ ഓഡിറ്റ് ഫേമിൽ ഈ C ഇവിടെയും പാർട്ട്ണറാണ്. C രണ്ട് സ്ഥലത്ത് പാർട്ട്ണർ, ABCയിലും പാർട്ട്ണറാണ്, XYCയിലും പാർട്ട്ണറാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ C അവിടെ കോമൺ പാർട്ട്ണർ ആയതുകൊണ്ട് ഈ XYCനെയും ഓഡിറ്ററായിട്ട് അപ്പോയിന്റ് ചെയ്യാൻ പറ്റില്ല. 10 years കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ABCN കമ്പനി അടുത്ത 5 വർഷത്തേക്ക് ഡിസ്ക്വാളിഫൈ ആവുന്നത് പോലെ, അല്ലെങ്കിൽ റീഅപ്പോയിന്റ് ചെയ്യാൻ പാടില്ല, കൂൾ ഓഫ് പീരീഡ് ഉള്ളത് പോലെ ഈ XYCനെയും അടുത്ത 5 വർഷത്തേക്ക് ഓഡിറ്ററായിട്ട് അപ്പോയിന്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അങ്ങനെ പറ്റിക്കാൻ നോക്കണ്ട എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് കമ്പനികൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മെമ്പേഴ്സിന് മീറ്റിംഗിൽ വേണമെങ്കിൽ റെസൊല്യൂഷൻസ് ഒക്കെ പാസ്സാക്കാം. എന്തെന്ന് പറഞ്ഞിട്ട് ഒരു ഓഡിറ്റ് ഫേമിലെ തന്നെ ഓഡിറ്റ് പാർട്ട്നേഴ്സിനെ റൊട്ടേറ്റ് ചെയ്യണം എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, ഒരു ഓഡിറ്റ് പാർട്ട്ണർ ഉണ്ടാവുമല്ലോ, സൈൻ ചെയ്യുന്ന പാർട്ട്ണർ. ആ പാർട്ട്ണർ ഇപ്പൊ ഒരു ഓഡിറ്റ് ഫേമിനെ ഓഡിറ്ററായിട്ട് അപ്പോയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ 10 വർഷത്തേക്ക് അവർക്ക് അവിടെ ഓഡിറ്റർ ആവാൻ പറ്റും. 5 വർഷത്തേക്കാണ് അപ്പോയിന്റ് ചെയ്യുന്നത്, പിന്നീട് ഒരു 5 വർഷത്തേക്ക് വീണ്ടും അപ്പോയിന്റ് ചെയ്യാൻ പറ്റും. അപ്പോ മെമ്പേഴ്സിന് വേണമെങ്കിൽ, കമ്പനിയുടെ മെമ്പേഴ്സിന് വേണമെങ്കിൽ റെസൊല്യൂഷൻ പാസ്സാക്കാം. എന്ത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ വർഷം ആ ഫേമിലെ തന്നെ ഓഡിറ്റിംഗ് പാർട്ട്നേഴ്സ് റൊട്ടേറ്റ് ചെയ്യണമെന്ന് വേണമെങ്കിൽ കമ്പനിക്ക് റെസൊല്യൂഷൻ പാസ്സാക്കാം. അതേപോലെ ഓഡിറ്റ് ഷാൾ ബി കണ്ടക്റ്റഡ് ബൈ മോർ ദൻ വൺ ഓഡിറ്റർ. ഒരു ഓഡിറ്റർ മാത്രം പോരാ, അതിനേക്കാൾ കൂടുതൽ ഓഡിറ്റേഴ്സ് ഓഡിറ്റ് ചെയ്യണമെന്നും കമ്പനിക്ക് വേണമെങ്കിൽ മെമ്പേഴ്സിന് റെസൊല്യൂഷൻ പാസ്സാക്കാം. കമ്പനീസ് ആക്ടിൽ അങ്ങനെ ഒരു പ്രൊവിഷൻ പറയുന്നുണ്ട്, സെക്ഷൻ 139 സബ്സെക്ഷൻ 3. അങ്ങനെ ചില അഡീഷണൽ കണ്ടീഷൻസ് പറയാമെന്ന്. മെമ്പേഴ്സിന് അതിനുള്ള പവർ ഉണ്ട്. ഇനി കാഷ്വൽ വാക്കൻസി ഉണ്ടായിക്കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു സബ്സീക്വന്റ് ഡിസ്ക്വാളിഫിക്കേഷൻ പറഞ്ഞിരുന്നല്ലോ. ഓഡിറ്റർ റിസൈൻ ചെയ്യുകയോ അല്ലെങ്കിൽ ഓഡിറ്റർക്ക് സബ്സീക്വന്റ് ആയിട്ട് വല്ല ഡിസ്ക്വാളിഫിക്കേഷൻസ് ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി വെക്കേറ്റഡ് ആണെന്ന് പറഞ്ഞല്ലോ. ഓഡിറ്റർക്ക് സബ്സീക്വന്റ്ലി വല്ല ഡിസ്ക്വാളിഫിക്കേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ he shall deem to have automatically vacated his office and that vacancy shall be deemed to be a casual vacancy എന്ന് പറഞ്ഞു. ഓക്കെ, കാഷ്വൽ വാക്കൻസി ഉണ്ടായി കഴിഞ്ഞാൽ എങ്ങനെയാണ് ആ കാഷ്വൽ വാക്കൻസി ഫില്ല് ചെയ്യുക എന്നുള്ളതാണ് നോക്കുന്നത്. പിന്നീട് വേറൊരു ഓഡിറ്റർ എങ്ങനെ അപ്പോയിന്റ് ചെയ്യും. In case of a company whose accounts are subject to audit by an auditor appointed by C&AG, C&AG അപ്പോയിന്റ് ചെയ്ത ഓഡിറ്റർക്കാണ് അങ്ങനെ ഡിസ്ക്വാളിഫിക്കേഷൻസ് അങ്ങനെ എന്തെങ്കിലും വന്നുകൊണ്ട് അല്ലെങ്കിൽ റിസൈൻ ചെയ്യുകയോ ചെയ്തുകൊണ്ട് അങ്ങനെ കാഷ്വൽ വേക്കൻസി ഉണ്ടായി കഴിഞ്ഞാൽ ദാറ്റ് കാഷ്വൽ വേക്കൻസി ഷാൾ ബി ഫിൽഡ് ബൈ ദ C&AG within 30 days. C&AG തന്നെ അത് 30 ദിവസത്തിൽ ഫിൽ ചെയ്യും. C&AG does not fill, C&AG ചെയ്തില്ലെങ്കിൽ പിന്നെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് അത് ഫിൽ ചെയ്യാം within next 30 days. He shall hold office till the conclusion of the next AGM. അദ്ദേഹത്തിന് അടുത്ത AGM വരെ അദ്ദേഹത്തിന് ഓഡിറ്റർ ആയിട്ട് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, അപ്പോൾ C&AG അപ്പോയിന്റ് ചെയ്ത ഓഡിറ്റർ ആണ് റിസൈൻ ചെയ്യുകയോ ഡിസ്ക്വാളിഫിക്കേഷനോ ഉണ്ടായി കഴിഞ്ഞാൽ C&AG തന്നെ അത് ഫിൽ ചെയ്യും വിത്തിൻ 30 days. എല്ലാവരും 30 ആണ്, 30 days. C&AG ഇത് ഫില്ല് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ബോർഡ് 30 days. നമ്മൾ കാഷ്വൽ വേക്കൻസി, നമ്മുടെ C എന്ന് പറയുന്ന ലെറ്റർ ഇംഗ്ലീഷ് ആൽഫബറ്റിലെ 3ാമത്തെ ലെറ്റർ ആണ്. അപ്പോൾ എല്ലാം 30 ആണ്, മറന്നു പോകാതിരിക്കാൻ വേണ്ടി 30 days. ഓക്കെ, തീരെ മറക്കരുത്, 30 days ആണ്, എല്ലായിടത്തും 30 days ആണ്. ഇനി അതർ കമ്പനീസ്, ഈ ഗവൺമെന്റ് കമ്പനി അല്ലാത്ത മറ്റ് കമ്പനികളിൽ നമ്മൾ നോക്കണം അത് ഓഡിറ്റർ റിസൈൻ ചെയ്തതാണോ എന്ന് നോക്കണം. If vacancy is caused by resignation, ഓഡിറ്റർ റിസൈൻ ചെയ്തത് കൊണ്ട് വന്ന കാഷ്വൽ വേക്കൻസി ആണെങ്കിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് ഫില്ല് ചെയ്യാം 30 days. ഇവിടെയും 30 days ആണ് നമ്മുടെ കാഷ്വൽ വേക്കൻസി, ഫില്ല് ചെയ്യാം വിത്തിൻ 30 days. ബോർഡ് അവിടെ C&AG ഒന്നുമില്ല, അതർ കമ്പനീസ് ആണ്, ബോർഡിന് തന്നെ ഫില്ല് ചെയ്യാം വിത്തിൻ 30 days. പക്ഷേ the appointment should be approved in general meeting. കമ്പനിയുടെ മെമ്പർമാരുടെ ഒരു ജനറൽ മീറ്റിംഗ് വിളിച്ചുകൊണ്ട് 3 മാസത്തിനുള്ളിൽ ജനറൽ മീറ്റിംഗ് വിളിക്കണം. 3 മാസത്തിനുള്ളിൽ ജനറൽ മീറ്റിംഗ് വിളിച്ചിട്ട്
അതിലത് അപ്രൂവ് ചെയ്യണം. ബോർഡ് റെക്കമെൻഡ് ചെയ്തിട്ട് 3 മാസത്തിനുള്ളിൽ ഒരു ജനറൽ മീറ്റിംഗ് വിളിച്ചിട്ട് മെമ്പേഴ്സ് അത് അപ്രൂവ് ചെയ്യണം. ബിക്കോസ് ഓഡിറ്റർ റിസൈൻ ചെയ്തായതുകൊണ്ട് മെമ്പേഴ്സ് അത് അപ്രൂവ് ചെയ്യണം വിത്തിൻ നെക്സ്റ്റ് 3 months. അതർ ദാൻ റെസിഗ്നേഷൻ അല്ലാത്ത കേസിലൊക്കെ ആണെങ്കിൽ ബോർഡിന് തന്നെ ഫില്ല് ചെയ്യാം വിത്തിൻ 30 days. ഓക്കെ, ബോർഡിന് തന്നെ ഫില്ല് ചെയ്യാം വിത്തിൻ 30 days. ഓക്കെ, അപ്പൊ എല്ലായിടത്തും 30 days പറയുന്നത്. ഒരു 3 months പറയുന്നുണ്ട്, അത് മെമ്പേഴ്സ് അപ്രൂവ് ചെയ്യാനുള്ള സമയമാണ് 3 months. കുറച്ച് ടൈം എടുക്കുമല്ലോ, ജനറൽ മീറ്റിംഗ് ഒക്കെ വിളിക്കണ്ടേ, എല്ലാവർക്കും നോട്ടീസ് ഒക്കെ അയച്ചു കൊടുക്കണ്ടേ, അതുകൊണ്ട് ഒരു ടൈം കൊടുത്തിട്ട് 3 months ടൈം കൊടുത്തിട്ടുണ്ട്. ഇനി എപ്പോഴും ഒരു ഓഡിറ്റർ അപ്പോയിന്റ് ചെയ്യുമ്പോഴും അതേപോലെ ക്യാഷ് വേക്കൻസി ഫില്ല് ചെയ്യുമ്പോഴൊക്കെ ആ കമ്പനിയിൽ ഒരു ഓഡിറ്റ് കമ്മിറ്റി ഉണ്ടെങ്കിൽ, ഓഡിറ്റ് കമ്മിറ്റി സെക്ഷൻ 177 ചില കമ്പനികൾ ഓഡിറ്റ് കമ്മിറ്റി ഉണ്ടാവണം എന്ന് പറയുന്നുണ്ട്. ചില കമ്പനികളിൽ, എല്ലാ കമ്പനികളിലും ഓഡിറ്റ് കമ്മിറ്റി വേണ്ട. അങ്ങനെ ഓഡിറ്റ് കമ്മിറ്റി ഉണ്ടെങ്കിൽ ആ ഓഡിറ്റ് കമ്മിറ്റിയുടെ റെക്കമെൻഡേഷനും കൂടെ കൺസിഡർ ചെയ്യണം, ഇൻക്ലൂഡിംഗ് ദ ഫില്ലിംഗ് ഓഫ് കാഷ്വൽ വേക്കൻസി. ഒരു കമ്പനി, ഇഫ് എ കമ്പനി ഈസ് റിക്വയർഡ് ടു കോൺസ്റ്റിറ്റ്യൂട്ട് ആൻ ഓഡിറ്റ് കമ്മിറ്റി അണ്ടർ സെക്ഷൻ 177, all appointment including the filling of casual vacancy, അപ്പോയിന്റ്മെന്റ് ചെയ്യുമ്പോഴും അതേപോലെ കാഷ്വൽ വേക്കൻസി ഫില്ല് ചെയ്യുമ്പോഴും shall be made after considering the committee's recommendation. ആ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ കൂടി കൺസിഡർ ചെയ്തിട്ട് വേണം പുതിയ ഓഡിറ്ററെ നിയമിക്കാൻ. ഓക്കെ, അവർക്കൊരു പവർ ഇല്ലേ, ആ പവർ നമ്മൾ കൊടുക്കണം, അവരെ മാനിക്കണം, അവരെയും കൂടെ കൺസിഡർ ചെയ്തുകൊണ്ട് അവരുടെ റെക്കമെൻഡേഷനും കൂടെ കൺസിഡർ ചെയ്തിട്ടേ ഓഡിറ്ററെ അപ്പോയിന്റ് ചെയ്യാൻ പാടുള്ളൂ. മാനർ ആൻഡ് പ്രൊസീജിയേഴ്സ് ഫോർ അപ്പോയിന്റിംഗ് ആൻ ഓഡിറ്റർ എന്ന് പറയുന്നിട്ട് ഒരു റൂൾസ് തന്നെയുണ്ട്, നമുക്കത് പിന്നീട് നോക്കാം. ഇനി ഏതെങ്കിലും AGM-ൽ ഒരു ഓഡിറ്ററെ അപ്പോയിന്റ് ചെയ്തില്ലെങ്കിൽ, if at any AGM auditor is not appointed or reappointed, the existing auditor shall continue to be the auditor of the company, section 139(10). നിലവിലുള്ള ഓഡിറ്റർ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നതായിട്ട് പ്രഖ്യാപിക്കും. ഓക്കെ, ഓഡിറ്ററെ അപ്പോയിന്റ്, ഓഡിറ്റർ ഇല്ലാത്തൊരു സിറ്റുവേഷൻ ഉണ്ടാവരുത്. The auditor resignation of auditors in 140 subsection 2, 140 subsection 3, rule 8 and ADT 3. ഒരു ഫോം ആണ് ADT 3. Auditor has a right to resign from the company before the expiry of his term. അതായത് ടേം കഴിയുന്നേക്കാൾ മുമ്പ് തന്നെ അദ്ദേഹത്തിന് എനിക്കിത് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ നിർത്താം. He can resign the audit. He has right to resign from the company. അങ്ങനെ ചെയ്യുമ്പോൾ ഒരു ഫോം ഫയൽ ചെയ്യേണ്ടതുണ്ട്. The resigning auditor should file a statement in form number ADT 3 within 30 days of resignation. അദ്ദേഹം റിസൈൻ ചെയ്തിട്ട് 30 ദിവസത്തിനുള്ളിൽ ഒരു ഫോം ADT 3 എന്ന് പറയുന്ന ഫോം ഓർത്ത് വെക്കാൻ. ഓഡിറ്റ് എന്നുള്ള ഇതല്ലേ, അപ്പൊ അതുകൊണ്ട് ഓഡിറ്റ് എന്നുള്ള ഈ ചാപ്റ്ററിൽ വരുന്ന ഫോമുകൾക്കൊക്കെ ഇട്ടിരിക്കുന്ന പേര് ADT എന്നാണ്. ഓക്കെ, അദ്ദേഹത്തിന് വേണമെന്നുണ്ടെങ്കിൽ റിസൈൻ ചെയ്യാം. റിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ 30 ദിവസത്തിനുള്ളിൽ ഒരു സ്റ്റേറ്റ്മെന്റ് ഫയൽ ചെയ്യണം. എവിടേക്ക് ഫയൽ ചെയ്യണം? കമ്പനിക്ക് കൊടുക്കണം, രജിസ്ട്രാർ ഓഫ് കമ്പനീസിൽ കൊടുക്കണം, അദ്ദേഹത്തെ അപ്പോയിന്റ് ചെയ്ത് CNDAG ആണെങ്കിൽ CNDAG-യിലും കൊടുക്കണം. 3 സ്ഥലത്ത് കൊടുക്കണം ഈ ADT 3. അതിനകത്ത് കാരണങ്ങളൊക്കെ പറയണം, ഡീറ്റെയിൽസ് എല്ലാം പറയണം. റീസൺ ഫോർ റെസിഗ്നേഷൻ, എന്തുകൊണ്ട് ഓഡിറ്റ് റിസൈൻ ചെയ്യുന്നുള്ള കാര്യം പറയണം. And any other fact as may be relevant with regard to the resignation. റെസിഗ്നേഷനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഫാക്ട്സ്, റെലവെന്റ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം ആ ADT 3-കകത്ത് പറയാം. ഓക്കെ, അത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹം ലയബിൾ ഫോർ ഫൈൻ. ഫൈൻ എത്ര എമൗണ്ട് ആണെന്ന് ഞാൻ പറയുന്നില്ല. ഫൈൻ ഈ കമ്പനീസ് ആക്ടിൽ ഒരുപാട് ഫൈൻസ് ഉണ്ട്. ആ ഫൈൻസ് എല്ലാം ഓർക്കുമ്പോൾ എളുപ്പമല്ല. തൽക്കാലം പറയുന്നു, if the auditor fails to comply with the above, ഈ കാര്യങ്ങളും കംപ്ലൈ ചെയ്തില്ലെങ്കിൽ he is punishable with the fine. അദ്ദേഹത്തിന് ഇങ്ങനെ ഇട്ടെറിഞ്ഞ് അങ്ങനെ പോകാൻ പറ്റില്ല, റിസൈൻ ചെയ്തു പോകാൻ പറ്റില്ല. ഇത്തരം കാര്യങ്ങളെല്ലാം ചെയ്യണം. ഓക്കെ, ഉത്തരവാദിത്ത ബോധം ഉണ്ടാവണം. ഇനി ഓഡിറ്റർ റിമൂവ് ചെയ്യാൻ പറ്റുമോ? റിമൂവൽ ഓഫ് ഓഡിറ്റർ ബിഫോർ ദ എക്സ്പയറി ഓഫ് ദ ടേം. ടേം കഴിയുന്നേക്കാൾ മുമ്പ് ഓഡിറ്ററെ റിസൈൻ ചെയ്യാൻ പറ്റുമോ? സെക്ഷൻ 140 സബ്സെക്ഷൻ 1 and rule 7 and ഒരു ഫോം ഉണ്ട് ADT 2. The auditor appointed under section 139
may be removed from his office before the expiry of his term. Term കഴിഞ്ഞേക്കുള്ള ഓഡിറ്ററെ റിമൂവ് ചെയ്യാം ഓൺലി ബൈ അതിന് കണ്ടീഷൻസ് ഉണ്ട്. കമ്പനി ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കണം അതിന് വേണ്ടി. സ്പെഷ്യൽ റെസൊല്യൂഷൻ, ഓർഡിനറി റെസൊല്യൂഷൻ പോരാ. Special resolution. Vote in favor should be not less than 3 times of vote against. Against ആയിട്ട് വോട്ട് ചെയ്യുന്നതിനേക്കാളും 3 മടങ്ങ് വോട്ട് ഇയാളെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫേവർ ആയിട്ട് വോട്ട് കിട്ടണം, എന്നെങ്കിൽ മാത്രമാണ് ആ റെസൊല്യൂഷൻ പാസ് ആവുള്ളൂ. അപ്പൊ സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കണം. കമ്പനിയുടെ മെമ്പേഴ്സ് മീറ്റിംഗ് വിളിച്ചു കൂട്ടിട്ട് അതിൽ സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കണം. ഒരു ഓഡിറ്ററെ ടേം കഴിയുന്നേക്കാൾ മുമ്പ് മാറ്റണമെങ്കിൽ. എളുപ്പമുള്ള കാര്യമല്ല. ആഫ്റ്റർ ഒബ്റ്റെയിനിങ് പ്രീവിയസ് അപ്രൂവൽ ഓഫ് ദ സെൻട്രൽ ഗവൺമെന്റ്. അപ്പൊ സെൻട്രൽ ഗവൺമെന്റ് ഇപ്പോൾ പവർ റീജിയണൽ ഡയറക്ടർക്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പ്രീവിയസ് അപ്രൂവൽ എടുക്കണം. സെൻട്രൽ ഗവൺമെന്റിന്റെ റീജിയണൽ ഡയറക്ടറുടെ പ്രീവിയസ് അപ്രൂവൽ എടുക്കണം കമ്പനി, ഇങ്ങനെ ഓഡിറ്ററെ ടേം കഴിയുന്നേക്കാൾ മുമ്പ് മാറ്റണമെങ്കിൽ. Before taking any action, the auditor concerned shall be given a reasonable opportunity of being heard. അദ്ദേഹത്തിന്റെ കഥകൾ പറയാനുള്ള ഒരു സമയം കൊടുക്കണം. Reasonable opportunity of being heard. ഓക്കെ, നമ്മൾ കോഴിനെ അറുക്കുമ്പോഴും ഇതിന് വെള്ളം കൊടുക്കാറുണ്ടല്ലോ, അതേപോലെ ഓഡിറ്ററെ റിമൂവ് ചെയ്യുമ്പോൾ ഓഡിറ്റർക്ക് ഒരു ടൈം കൊടുക്കണം. Auditor concerned shall be given a reasonable opportunity of being heard. അദ്ദേഹത്തിന് പറയാനുള്ള അവസരങ്ങൾ കൊടുക്കണം. അദ്ദേഹത്തിന്റെ ഭാഗം പറയാനുള്ള അവസരം കൊടുക്കണം. ഓക്കെ, അല്ലാതെ പെട്ടെന്ന് നീ പോന്ന് പറഞ്ഞിട്ട് അങ്ങനെ അദ്ദേഹത്തെ പറഞ്ഞുവിടാൻ പാടില്ല. അപ്പോ എന്തൊക്കെയാണ് അതിന്റെ പ്രൊസീജിയർ? ആദ്യം ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് മീറ്റിംഗ് കൂടണം. എന്നിട്ട് അവരവിടെ റെസൊല്യൂഷൻ പാസ്സാക്കണം അദ്ദേഹത്തെ മാറ്റാൻ വേണ്ടിയിട്ട്. എന്നിട്ട് കമ്പനി മേക്ക് ആൻ ആപ്ലിക്കേഷൻ സെൻട്രൽ ഗവൺമെന്റ് ഫോം നമ്പർ ADT2. ADT2 ഒരു ഗവൺമെന്റിന് ആപ്ലിക്കേഷൻ കൊടുക്കണം. റീജിയണൽ ഡയറക്ടർ കൊടുത്താൽ മതി. അത് 30 ദിവസത്തിനുള്ളിൽ കൊടുക്കണം. ഈ ബോർഡ് റെസൊല്യൂഷൻ പാസ്സാക്കിയിട്ട് 30 ദിവസത്തിനുള്ളിൽ വേണം അത് കൊടുക്കാൻ സെൻട്രൽ ഗവൺമെന്റ് ആപ്ലിക്കേഷൻ. പണ്ടെന്നോ ബോർഡ് റെസൊല്യൂഷൻ പാസ്സാക്കിയിട്ട് എന്തെങ്കിലും കൊണ്ടുപോയി കൊടുത്താൽ പറ്റില്ല. ബോർഡ് റെസൊല്യൂഷൻ പാസ്സാക്കിയിട്ട് 30 ദിവസത്തിനുള്ളിൽ സെൻട്രൽ ഗവൺമെന്റിന് ആപ്ലിക്കേഷൻ കൊടുക്കണം. സെൻട്രൽ ഗവൺമെന്റ് അത് അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ജനറൽ മീറ്റിംഗ് വിളിക്കണം വിത്തിൻ 60 days ഫ്രം ദ ഡേറ്റ് ഓഫ് റെസീപ്റ്റ് ഓഫ് അപ്രൂവൽ ഫ്രം ദ ഗവൺമെന്റ്. ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞാൽ 60 ദിവസത്തിനുള്ളിൽ കമ്പനി ഒരു മെമ്പർമാരുടെ ജനറൽ മീറ്റിംഗ് വിളിക്കണം. അവിടെ വെച്ചുകൊണ്ട് സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കണം അദ്ദേഹത്തെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഓഡിറ്റർക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുകയും വേണം. അപ്പോൾ എങ്ങനെയാണ് പ്രൊസീജിയർ? ആദ്യം ബോർഡ് മീറ്റിംഗ് വിളിക്കുക, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് റെസൊല്യൂഷൻ പാസ്സാക്കുക, എന്നിട്ട് സെൻട്രൽ ഗവൺമെന്റിന് ആപ്ലിക്കേഷൻ കൊടുക്കുക ഫോം നമ്പർ ADT2. അതിന് ടൈം ഉണ്ട്, 30 ദിവസത്തിനുള്ളിൽ വേണം കൊടുക്കാൻ. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് റെസൊല്യൂഷൻ പാസ്സാക്കിയിട്ട് 30 ദിവസത്തിനുള്ളിൽ വേണം ഇങ്ങനെ സെൻട്രൽ ഗവൺമെന്റ് ആപ്ലിക്കേഷൻ കൊടുക്കാൻ. സെൻട്രൽ ഗവൺമെന്റിന്റെ അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞാൽ 60 ദിവസത്തിനുള്ളിൽ ഒരു ജനറൽ മീറ്റിംഗ് വിളിക്കണം. എന്നിട്ട് ആ ജനറൽ മീറ്റിംഗിൽ സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കണം. ആ മീറ്റിംഗ് അതേപോലെ ഓഡിറ്റർക്ക് ഒരു ഓപ്പർച്യൂണിറ്റി ഓഫ് ബീങ് ഹേർഡ് അത് കൊടുക്കുകയും വേണം. Removal of auditors at AGM. Appointment of auditor other than retiring auditor. Retiring auditorക്ക് പകരം വേറൊരു ഓഡിറ്ററെ അപ്പോയിന്റ് ചെയ്യാമെന്ന് പറഞ്ഞില്ലേ? ഓക്കെ, നോർമലി അദ്ദേഹം എലിജിബിൾ ടു ബി റീഅപ്പോയിന്റഡ് ആണ്. ഓക്കെ, അദ്ദേഹം ഡിസ്ക്വാളിഫൈഡ് അല്ല, അദ്ദേഹം അൺവില്ലിങ്നെസ് പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തെ ഇനി റീഅപ്പോയിന്റ് ചെയ്യരുത്, അദ്ദേഹത്തിന് പകരം വേറെ ആളെ അപ്പോയിന്റ് ചെയ്യണം എന്നൊരു റെസൊല്യൂഷൻ പാസ്സാക്കിയിട്ടില്ലെങ്കിൽ അദ്ദേഹം എലിജിബിൾ ടു ബി റീഅപ്പോയിന്റഡ് ആണ്. പക്ഷെ അദ്ദേഹത്തെ വേണമെങ്കിൽ മാറ്റാം. ആനുവൽ ജനറൽ മീറ്റിംഗ് വെച്ചിട്ട് റിട്ടയറിംഗ് ഓഡിറ്ററെ മാറ്റാം. അങ്ങനെ മാറ്റണമെങ്കിൽ സ്പെഷ്യൽ നോട്ടീസ് കൊടുത്തിരിക്കണം. എന്താ സ്പെഷ്യൽ നോട്ടീസ് എന്നുള്ളത് കമ്പനീസ് ആക്ടിൽ പറയുന്നുണ്ട്. എത്ര ആൾക്കാർ അതിൽ സൈൻ ചെയ്തിരിക്കണം, എത്ര പറയുന്നുണ്ട്. ഓക്കെ, എല്ലാവർക്കും വന്ന് സ്പെഷ്യൽ നോട്ടീസ് കൊടുക്കാൻ പറ്റില്ല. സ്പെഷ്യൽ നോട്ടീസ് കൊടുക്കുന്നതിന് ചില പ്രൊസീജിയേഴ്സ് ഉണ്ട്. അങ്ങനെ സ്പെഷ്യൽ നോട്ടീസ് കൊടുത്തു കഴിഞ്ഞാൽ ഓഡിറ്ററെ മാറ്റാം. എന്തെന്നൊരു സ്പെഷ്യൽ നോട്ടീസ് കിട്ടി ഫ്രം മെമ്പേഴ്സ് പ്രപ്പോസിംഗ് ടു മൂവ് എ റെസൊല്യൂഷൻ അറ്റ് നെക്സ്റ്റ് AGM ഫോർ അപ്പോയിന്റിംഗ് ആസ് ഓഡിറ്റർ എ പേഴ്സൺ അതർ ദാൻ ദി റിട്ടയറിംഗ് ഓഡിറ്റർ. ഈ ഓഡിറ്റർ അല്ലാത്ത വേറൊരാളെ അപ്പോയിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ നോട്ടീസ് മെമ്പർമാർ കൊടുത്തിട്ടുണ്ടെങ്കിൽ and providing expressly that retiring auditor shall not be reappointed, അല്ലെങ്കിൽ ഇദ്ദേഹത്തെ
ഇദ്ദേഹത്തെ അപ്പോയിന്റ് ചെയ്യണ്ട എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഇദ്ദേഹത്തെ റീ അപ്പോയിന്റ് ചെയ്യണ്ട, വേറൊരാളെ അപ്പോയിന്റ് ചെയ്യണമെന്നൊന്നും പറയുന്നില്ല. ഇദ്ദേഹത്തെ റീ അപ്പോയിന്റ് ചെയ്യണ്ട എന്ന് ഒരു സ്പെഷ്യൽ നോട്ടീസ് കമ്പനിയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ, സ്പെഷ്യൽ നോട്ടീസ് എല്ലാവർക്കും കൊടുക്കാൻ പറ്റില്ല, അതിന് ഒരു നമ്പേഴ്സ് ഒക്കെ പറയുന്നുണ്ട്, ഇത്ര നമ്പർ ഓഫ് വോട്ടിംഗ് പവറുള്ള ആളുകളാണ് സ്പെഷ്യൽ നോട്ടീസ് കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പൊ അവരെടുക്കുന്ന സ്പെഷ്യൽ നോട്ടീസ് കിട്ടിക്കഴിഞ്ഞാൽ ഈ റിട്ടയറിംഗ് ഓഡിറ്ററെ റീ അപ്പോയിന്റ് ചെയ്യണമെന്നില്ല. അതേപോലെ പക്ഷെ സ്പെഷ്യൽ നോട്ടീസ് വേണ്ട, സ്പെഷ്യൽ നോട്ടീസ് ഒന്നും വേണ്ട. എപ്പോഴും ആ ഇൻഡിവിജ്വൽ 5 വർഷം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ ഫേം 10 വർഷം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് ഓട്ടോമാറ്റിക്കലി അവർ വെക്കേറ്റ് ചെയ്തതായിട്ട് കണക്കാക്കപ്പെടും. പിന്നെ അവിടെ സ്പെഷ്യൽ നോട്ടീസിന്റെ ഒന്നും ആവശ്യം ഇല്ല. അപ്പോയിന്റ്മെന്റ് ഓഫ് ഓഡിറ്റേഴ്സ് അതർ ദാൻ ദ റിട്ടയറിംഗ് ഓഡിറ്റർ, സെക്ഷൻ 140 സബ്സെക്ഷൻ 4. അപ്പൊ അങ്ങനെ ഒരു സ്പെഷ്യൽ നോട്ടീസ് കമ്പനിയിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ കമ്പനി ഷാൾ സെൻഡ് എ കോപ്പി thereof to the retiring auditor. ഓക്കെ, ആ ലെറ്ററിന്റെ ഒരു കോപ്പി റിട്ടയറിംഗ് ഓഡിറ്റർക്കും കൊടുക്കണം. ആ സ്പെഷ്യൽ നോട്ടീസിന്റെ ഒരു കോപ്പി റിട്ടയറിംഗ് ഓഡിറ്റർക്കും കൊടുക്കണം. നിങ്ങളെ റീ അപ്പോയിന്റ് ചെയ്യരുത് എന്ന്, അല്ലെങ്കിൽ വേറൊരാളെ റീ അപ്പോയിന്റ് ചെയ്യാൻ വേണ്ടി ഒരു സ്പെഷ്യൽ നോട്ടീസ് വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം ഈ റിട്ടയറിംഗ് ഓഡിറ്ററിനെയും അറിയിക്കണം. റിട്ടയറിംഗ് ഓഡിറ്റർക്ക് അങ്ങനെ ചില റൈറ്റ്സുകൾ ഉണ്ട്. അദ്ദേഹത്തിന് ഒരു റെപ്രസെന്റേഷൻ കൊടുക്കാനുള്ള, കമ്പനിയിലേക്ക് ഒരു റെപ്രസെന്റേഷൻ കൊടുക്കാനുള്ള അധികാരമുണ്ട് അറ്റ് റീസണബിൾ ലെങ്ത്. റിട്ടയറിംഗ് ഓഡിറ്റർക്ക് ഒരു മേക്ക് എ റെപ്രസെന്റേഷൻ ഓഫ് എ റീസണബിൾ ലെങ്ത് ടു ദ കമ്പനി, കമ്പനിയിലേക്ക് ഒരു റെപ്രസെന്റേഷൻ കൊടുക്കാം. And request that such representation be notified to the members of the company. കമ്പനിയുടെ മീറ്റിംഗിന് നോട്ടീസ് അയക്കുന്ന എല്ലാ മെമ്പേഴ്സിനും ഇത് നോട്ടിഫൈ ചെയ്യണം. ഇങ്ങനെ ഒരു റിക്വസ്റ്റ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു റെപ്രസെന്റേഷൻ ഓഡിറ്റർ തന്നിട്ടുണ്ട് എന്നുള്ള കാര്യം എല്ലാ മെമ്പേഴ്സിനെയും നോട്ടിഫൈ ചെയ്യണമെന്ന് അദ്ദേഹത്തിന് റിക്വസ്റ്റ് ചെയ്യാം. റിട്ടയറിംഗ് ഓഡിറ്ററുടെ റൈറ്റ് ആണ്, അദ്ദേഹത്തിന് അന്ത്യാഭിലാഷങ്ങളാണ്, അതൊക്കെ നടത്തി കൊടുക്കണം. Require that the representation to be read out at the AGM and be heard orally at the AGM. അദ്ദേഹത്തിന് ഇതും കൂടെ പറയാം, ഈ റെപ്രസെന്റേഷൻ AGM ആനുവൽ ജനറൽ മീറ്റിംഗിൽ മെമ്പേഴ്സിന്റെ മുമ്പാകെ വായിക്കണം എന്ന് അദ്ദേഹത്തിന് റിക്വസ്റ്റ് ചെയ്യാം. ഇത്ര റിക്വസ്റ്റുകളൊക്കെ കൊടുക്കാം റിട്ടയറിംഗ് ഓഡിറ്റർക്ക്. റെപ്രസെന്റേഷൻ കൊടുക്കാനുള്ള അധികാരമുണ്ട്. ആ റെപ്രസെന്റേഷൻ എല്ലാ മെമ്പർമാർക്കും അയച്ചു കൊടുക്കണമെന്ന് പറയാം, അത് മീറ്റിംഗിൽ വായിക്കണമെന്നും അദ്ദേഹത്തിന് റിക്വസ്റ്റ് ചെയ്യാം. കമ്പനിയുടെ ഡ്യൂട്ടി റെപ്രസെന്റേഷൻ മെമ്പർമാർക്കെല്ലാം അയച്ചു കൊടുക്കണം. സ്റ്റേറ്റ് ദ ഫാക്ട് ഓഫ് റെപ്രസെന്റേഷൻ ബീയിങ് മെയ്ഡ് ഇൻ എനി നോട്ടീസ് ഓഫ് ദ റെസൊല്യൂഷൻ ഗിവൺ ടു ദ മെമ്പേഴ്സ്. മെമ്പർമാർക്ക് അയച്ചു കൊടുക്കുന്ന നോട്ടീസിനകത്ത് പറയണം ഇങ്ങനെ ഒരു റെപ്രസെന്റേഷൻ വന്നിട്ടുണ്ട് എന്നുള്ളത്. കമ്പനി എല്ലാ മെമ്പർമാർക്കും നോട്ടീസ്, അതായത് മീറ്റിംഗിന് ക്ഷണിച്ചുകൊണ്ടുള്ള നോട്ടീസിനകത്ത് പറയണം. അതേപോലെ സെൻഡ് എ കോപ്പി ഓഫ് റെപ്രസെന്റേഷൻ ടു എവരി മെമ്പർ, എല്ലാ മെമ്പർമാർക്കും നോട്ടീസ് അയച്ചു കൊടുക്കുക കമ്പനിയുടെ ഡ്യൂട്ടിയാണ്. ഇനി ഓഡിറ്റർ തന്ന ആ റെപ്രസെന്റേഷൻ നീഡ് നോട്ട് ബി സർക്കുലേറ്റഡ്. സർക്കുലേറ്റ് മെമ്പർമാരുടെ ഇടയിൽ സർക്കുലേറ്റ് ചെയ്യണമെന്നില്ല. അതേപോലെ നീഡ് നോട്ട് ബി റീഡ്, വായിക്കണമെന്നും ഇല്ല. എപ്പോഴും ഇഫ് ദ ട്രൈബ്യൂണൽ, ഒരു ബോഡിയാണ് ട്രൈബ്യൂണൽ, ഈ സാറ്റിസ്ഫൈഡ് ഓൺ ദ ആപ്ലിക്കേഷൻ മെയ്ഡ് ബൈ ദ കമ്പനി, കമ്പനി കൊടുത്ത ആപ്ലിക്കേഷനുമല്ലോ, ഓർ എനി അതർ അഗ്രീവ്ഡ് പേഴ്സൺ, ഏതെങ്കിലും ആളുകൾ കൊടുത്ത ആപ്ലിക്കേഷനിലോ ട്രൈബ്യൂണൽ സാറ്റിസ്ഫൈഡ് ആണ്, ട്രൈബ്യൂണൽ മനസ്സിലാക്കി ദ റെപ്രസെന്റേഷൻ ഈസ് ബീങ് അബ്യൂസ്ഡ് ബൈ ദ ഓഡിറ്റർ, ഓഡിറ്റർ ഈ റെപ്രസെന്റേഷൻ വേറെ ചില ഡിഫാമേറ്ററി മാറ്റേഴ്സിന് ഉപയോഗിച്ചു, റൈറ്റ്സ് ഓഫ് റെപ്രസെന്റേഷൻ അദ്ദേഹം മിസ്യൂസ് ചെയ്തു, അതിൽ അബ്യൂസിങ് ആയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് എന്ന് ട്രൈബ്യൂണലിന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ഇത് വായിക്കുകയും വേണ്ട, ഇത് സർക്കുലേറ്റ് ചെയ്യുകയും വേണ്ട. ഓക്കെ, ഈ റെപ്രസെന്റേഷൻ മെമ്പേഴ്സിനൊന്നും അയച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ ഇറ്റ് ഷുഡ് ബി ഫയൽഡ് വിത്ത് ദ രജിസ്ട്രാർ ഓഫ് കമ്പനീസ്, കമ്പനി അത് രജിസ്ട്രാർ ഓഫ് കമ്പനീസിൽ ഫയൽ ചെയ്യണം. ഇനി നമ്മൾ നേരത്തെ സീലിംഗ് ഓൺ നമ്പർ ഓഫ് ഓഡിറ്റ്സ് നമ്മൾ 140(1)(3)(g) ഡിസ്ക്വാളിഫിക്കേഷൻസ് പറഞ്ഞപ്പോൾ 20 കമ്പനിയിൽ കൂടുതൽ ഒരു ഓഡിറ്റർ ഓഡിറ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞില്ലേ, അതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സീലിംഗ് ഓൺ നമ്പർ ഓഫ് ഓഡിറ്റ്. A person or a firm is disqualified to act as an auditor if a person or a partner of a firm holding audits of more than 20 companies on the date of appointment or reappointment as an auditor.
അദ്ദേഹമോ അദ്ദേഹത്തിന്റെ പാർട്ട്ണറോ ഓൾറെഡി 20 കമ്പനികൾ ഓഡിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് പിന്നെ 21ാമത്തെ കമ്പനി ഓഡിറ്റ് ചെയ്യാൻ പറ്റില്ല, അദ്ദേഹം പിന്നെ ഡിസ്ക്വാളിഫൈഡ് ആണെന്ന് പറഞ്ഞു. സെക്ഷൻ 141(3)(g). ഇതിന് ചില റിലാക്സേഷൻസ് എല്ലാം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. MCA മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് നോട്ടിഫൈഡ് 5/6/2015 ചില കമ്പനികളെ ഇതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ഓഡിറ്റ് സീലിംഗ് ലിമിറ്റ് ഓഫ് 20 കമ്പനീസ് കൗണ്ട് ചെയ്യുമ്പോൾ ചില കമ്പനികളെ ആ 20 കമ്പനീസിൽ ഇൻക്ലൂഡ് ചെയ്യില്ല. ഓക്കെ, അതൊക്കെ എത്ര കമ്പനി വേണമെങ്കിലും ഓഡിറ്റ് ചെയ്യാം. ഏതൊക്കെയാണ് കമ്പനികൾ? 1% കമ്പനി. ഈ 1% കമ്പനി 20 കമ്പനിയുടെ കൗണ്ടിങ്ങിൽ വരില്ല. ഓക്കെ, അതേപോലെ ഡോർമെന്റ് കമ്പനി, സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻസ് ഒന്നും ഇല്ലാത്ത കമ്പനികളെയാണ് ഡോർമെന്റ് കമ്പനി എന്ന് പറയുന്നത്. ഓക്കെ, ഡെഫിനിഷൻ പറയുന്നുണ്ട്. സ്മോൾ കമ്പനി, ഇതും ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. സ്മോൾ കമ്പനി ആരാ? ഇവയൊന്നും. അതേപോലെ പ്രൈവറ്റ് കമ്പനി ഹാവിംഗ് പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ഓഫ് ലെസ് ദാൻ 100 crore. ഈ 4 ടൈപ്പ് കമ്പനികളെ ഈ 20 കമ്പനീസിന്റെ ഓഡിറ്റ് സീലിംഗ് ലിമിറ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. 1% കമ്പനി, സ്മോൾ കമ്പനി, ഡോർമെന്റ് കമ്പനി ആൻഡ് പ്രൈവറ്റ് കമ്പനി ഹാവിംഗ് പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ഓഫ് rupees 100 ലെസ് ദാൻ 100 crore. 100 കോടിയിൽ കുറവ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ഉള്ള പ്രൈവറ്റ് കമ്പനിയെയും ഈ 20 കമ്പനി എന്ന 141(3)(g) സീലിംഗ് ലിമിറ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഓക്കെ, മറ്റ് കമ്പനികൾ 20 കമ്പനിയിൽ കൂടുതൽ ഒരു ഓഡിറ്റർ ഓഡിറ്റ് ചെയ്യാൻ പാടില്ല. ഇനി നമ്മള് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ആക്ട് മെമ്പേഴ്സിന് വേണ്ടി പറയുന്നതാണ്. എ മെമ്പർ ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ ഇൻ പ്രാക്ടീസ് ഷാൾ ബി ഡീംഡ് ടു ബി ഗിൽറ്റി ഓഫ് പ്രൊഫഷണൽ മിസ്കണ്ടക്ട് if he holds at any time appointment of more than the specified number of audit assignments of the companies. 20 കമ്പനിയിൽ കൂടുതൽ ഓഡിറ്റ് അസൈൻമെന്റ്സ് അദ്ദേഹം റിലാക്സേഷൻ ഒഴിവാക്കിക്കൊണ്ടുള്ള ബാക്കിയുള്ള 20 കമ്പനിയിൽ കൂടുതൽ ഓഡിറ്റ് അദ്ദേഹം ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അദ്ദേഹം മിസ്കോണ്ടക്റ്റ് ആണ്. അദ്ദേഹം ഗിൽറ്റി ഓഫ് പ്രൊഫഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഭാഗത്തു നിന്ന് അദ്ദേഹത്തിനെതിരെ ഡിസിപ്ലിനറി ആക്ഷൻസ് ഉണ്ടാവാം. ഓക്കെ, if he holds at any time appointment of more than the specified number. Specified number എന്ന് പറയുന്നത് 20. 20 കമ്പനി ഓഡിറ്റിനേക്കാളും കൂടുതൽ അദ്ദേഹം ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അദ്ദേഹം ഒരു മിസ്കണ്ടക്ട് നടത്തി എന്നർത്ഥം. ഇൻസ്റ്റിറ്റ്യൂട്ട് ഡിസിപ്ലിനറി ആക്ഷൻസ് അദ്ദേഹത്തിനെതിരെ എടുക്കാം. ഇനി എല്ലാ മെമ്പർമാരും ഇതിന്റെ റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് നമ്മുടെ ICAI റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്. A chartered accountant in practice as well as the firm of chartered accountant in practice shall maintain a record of audit assignment accepted by him or by the firm of chartered accountants or any of the partner of the firm in his individual name or as a partner of any firm as far as possible in the prescribed manner. അപ്പോൾ നമ്മൾ ഇൻഡിവിജ്വലി പ്രാക്ടീസ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ ഇൻഡിവിജ്വൽ എന്നുള്ള രൂപത്തിൽ എത്ര നമ്മൾ ഓഡിറ്റ് ചെയ്യുന്നുണ്ട്? നമ്മൾ വേറെ ഓഡിറ്റ് ഫേമുകളിൽ, പല ഓഡിറ്റ് ഫേമുകളിലും ചിലപ്പോൾ പാർട്ട്ണർ ആവാം. അപ്പൊ പാർട്ട്ണർ എന്നുള്ള രൂപത്തിൽ ഓരോ ഓഡിറ്റ് ഫേമിലും എത്ര ഓഡിറ്റ് നമ്മൾ ചെയ്യുന്നുണ്ട്? അപ്പൊ അതിന്റെയൊക്കെ ഒരു റെക്കോർഡ് എല്ലാ മെമ്പർമാരും മെയിൻറ്റെയിൻ ചെയ്യണമെന്നാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ അതിന്റെ മെമ്പർമാരോട് പറയുന്നത്. ഓക്കെ, ഇനി ഓഡിറ്ററുടെ റെമ്യൂണറേഷൻ 142(1), 142(2) പറയുന്നത്. റെമ്യൂണറേഷൻ ഓഫ് ദ ഓഡിറ്റർ ഷാൾ ബി ഫിക്സ്ഡ് ബൈ ദ മെമ്പേഴ്സ്. ഓഡിറ്ററുടെ റെമ്യൂണറേഷൻ ഫിക്സ് ചെയ്യാനുള്ള അധികാരം ജനറൽ മീറ്റിംഗിനാണ്, മെമ്പേഴ്സിനാണ് അതിനുള്ള അധികാരം. അത് ജനറൽ മീറ്റിംഗിൽ വെച്ച് ഫിക്സ് ചെയ്യാം, എത്ര എമൗണ്ട് ആണെന്ന് പറയാം, അല്ലെങ്കിൽ ഏത് രീതിയിലാണ് അത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് ജനറൽ മീറ്റിംഗിൽ പറയാം. സച്ച് മാനർ ആസ് മേ ബി ഡിറ്റർമിൻഡ് ഇൻ ദ ജനറൽ മീറ്റിംഗ്. പക്ഷെ ഫസ്റ്റ് ഓഡിറ്റേഴ്സിന്റെ remuneration shall be fixed by the board of directors ആണ്. ഫസ്റ്റ് ഓഡിറ്റർ ആണെങ്കിൽ അതിന്റെ ആ ഓഡിറ്റർ റെമ്യൂണറേഷൻ ഫിക്സ് ചെയ്യുന്നത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ്. അല്ലാത്തവരൊക്കെ ജനറൽ മീറ്റിംഗിലാണ് ഓഡിറ്ററുടെ റെമ്യൂണറേഷൻ ഫിക്സ് ചെയ്യുന്നത്. ഓക്കെ, എന്താണ് ഓഡിറ്ററുടെ റെമ്യൂണറേഷൻ എന്നുള്ളത് കാര്യം പറയുന്നുണ്ട്. റെമ്യൂണറേഷൻ ഇൻക്ലൂഡ്സ്, ഓക്കെ, ഈ താഴെ പറയുന്ന കാര്യങ്ങൾ ഉൾപ്പെടെയാണ് റെമ്യൂണറേഷൻ എന്ന് പറയുന്നത്. ഫീസ് പേയബിൾ ടു ദ ഓഡിറ്റർ, expenses if any incurred by the auditor in connection with the audit,
ഇനി ഫെസിലിറ്റി എക്സ്റ്റെൻഡഡ് ടു ദ ഓഡിറ്റർ. ഓഡിറ്റർ റെമ്യൂണറേഷൻ, അതായത് ചില സമയങ്ങളിൽ റെമ്യൂണറേഷൻ റീഫണ്ട് ചെയ്യേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. ഓഡിറ്റേഴ്സ് റെമ്യൂണറേഷൻ ടു ബി റീഫണ്ടഡ്, ചില ഫ്രോഡിലൊക്കെ ഇൻവോൾവ് ആയി കഴിഞ്ഞാൽ അങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ ആ റെമ്യൂണറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഡിറ്റ് ഫീസ് മാത്രമല്ല. ഓക്കെ, അതിനാണ് ഈ ഓഡിറ്റ് ഫീസ് അവർ ഇവിടെ ഡിഫൈൻ ചെയ്തത്. ഓഡിറ്റ് ഫീസ് മാത്രമല്ല, എക്സ്പെൻസസ് ഇഫ് എനി ഇൻകേർഡ് ഇൻ കണക്ഷൻ വിത്ത് ദ ഓഡിറ്റ്, ഓഡിറ്റുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ എക്സ്പെൻസുകളും. ആൻഡ് എനി ഫെസിലിറ്റി എക്സ്റ്റെൻഡഡ് ടു ദ ഓഡിറ്റർ, ഓഡിറ്റർക്ക് കൊടുക്കുന്ന ഫെസിലിറ്റികൾ അതെല്ലാം ഓഡിറ്ററുടെ റെമ്യൂണറേഷൻ ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യും. അതെല്ലാം റീഫണ്ട് ചെയ്യേണ്ടി വരും ചില സമയങ്ങളിൽ. However, remuneration does not include amount paid for any other service rendered by the auditor at the request of the company. ഈ റെമ്യൂണറേഷൻ അല്ലാതെ ഓഡിറ്റർ ചിലപ്പോൾ എല്ലാ അതർ സർവീസസ് ചെയ്തു കൊടുത്തിട്ടുണ്ടാവും. സച്ച് അതർ സർവീസസ് ചെയ്യരുതെന്ന് പറയുന്ന കുറെ സർവീസസ്, പ്രൊഹിബിറ്റഡ് സർവീസസ് ഉണ്ട്. പ്രൊഹിബിറ്റഡ് സർവീസ് അല്ലാത്ത ഏതെങ്കിലും സർവീസസ് ഓഡിറ്റർ ചെയ്തു കൊടുത്തിട്ട് ആ സർവീസിന് ഓഡിറ്റേഴ്സിന് റെമ്യൂണറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അത് ഓഡിറ്റേഴ്സ് റെമ്യൂണറേഷൻ ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യില്ല. ഓക്കെ, അത് പോക്കറ്റിൽ വെക്കാം. ബാക്കിയുള്ളതെല്ലാം ചിലപ്പോൾ റീഫണ്ട് ചെയ്യേണ്ടി വരും. ഇനി റിമൂവൽ ഓഫ് ഓഡിറ്റേഴ്സ് ബൈ ട്രൈബ്യൂണൽ, സെക്ഷൻ 140 സബ്സെക്ഷൻ 5. ട്രൈബ്യൂണലിന് ഓഡിറ്ററെ റിമൂവ് ചെയ്യാനുള്ള അധികാരമാണ്. ട്രൈബ്യൂണൽ ഓൺ സോ മോട്ടോ, സ്വന്തം ഇഷ്ടപ്രകാരം, ഓർ ആൻ ആപ്ലിക്കേഷൻ മെയ്ഡ് ടു ഇറ്റ്, ട്രൈബ്യൂണലിന് ഒരു ആപ്ലിക്കേഷൻ വന്നു. ആരുടെ കയ്യിൽ നിന്ന്? സെൻട്രൽ ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന്, അല്ലെങ്കിൽ ഏതെങ്കിലും ആളുകളുടെ കയ്യിൽ നിന്ന്. ഒന്നുമില്ല, ട്രൈബ്യൂണലിന് സ്വന്തമായിട്ട്, അല്ലെങ്കിൽ ട്രൈബ്യൂണലിന് ഒരു ആപ്ലിക്കേഷൻ വന്നു സെൻട്രൽ ഗവൺമെന്റിൽ നിന്നോ സ്റ്റേറ്റ് ഗവൺമെന്റിൽ നിന്നോ. എന്ത് എന്ന് പറഞ്ഞുകൊണ്ട്, എന്നിട്ട് ട്രൈബ്യൂണൽ സാറ്റിസ്ഫൈഡ് ആയി, ട്രൈബ്യൂണൽ അന്വേഷിച്ചു കണ്ടെത്തി എന്തെന്ന്, the auditor of a company has whether directly or indirectly acted in a fraudulent manner or abetted or colluded in any fraud, ഇവർ ചേർന്ന് കൊണ്ട് ഫ്രോഡ് ചെയ്തു, in relation to the company or its directors or officers. It may order, ആര് ഓർഡർ ചെയ്യും? The tribunal may by order direct the company to change its auditors. ഓഡിറ്റേഴ്സിനെ മാറ്റാൻ വേണ്ടി ട്രൈബ്യൂണൽ കമ്പനിയോട് ഡയറക്റ്റ് ചെയ്യും. ട്രൈബ്യൂണൽ സ്വന്തമായിട്ടോ അല്ലെങ്കിൽ ട്രൈബ്യൂണലിന് സെൻട്രൽ ഗവൺമെന്റിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും അഗ്രീവ്ഡ് പേഴ്സണിൽ നിന്നോ കിട്ടിയ ആപ്ലിക്കേഷൻ പ്രകാരം ട്രൈബ്യൂണൽ is satisfied that the auditor has directly or indirectly acted in a fraudulent manner or abetted or colluded in relation to any fraud, then the tribunal may order by order direct the company to change its auditors. ഓഡിറ്റേഴ്സിനെ മാറ്റാൻ വേണ്ടി ട്രൈബ്യൂണലിന് പറയാം. ഇങ്ങനെ ആപ്ലിക്കേഷൻ തന്നത് സെൻട്രൽ ഗവൺമെന്റ് ആണെങ്കിൽ, if the application is made by the central government and the tribunal is satisfied that any change of the auditor is required, ട്രൈബ്യൂണൽ തീരുമാനിച്ചു, അവര് എൻക്വയറി എല്ലാം നടത്തിയിട്ട് തീരുമാനിച്ചു ഓഡിറ്ററെ മാറ്റണമെന്ന് ട്രൈബ്യൂണൽ തീരുമാനിച്ചു കഴിഞ്ഞാൽ, it shall be within 15 days of receipt of such application, ആപ്ലിക്കേഷൻ കേട്ടിട്ട് 15 ദിവസത്തിനുള്ളിൽ make an order that he shall not function as an auditor, അദ്ദേഹം ഓഡിറ്റർ ആയിട്ട് ഇനി അവിടെ ഫംഗ്ഷൻ ആവേണ്ടതില്ല എന്ന്, ഓഡിറ്റർ ആയിട്ട് അവിടെ നിൽക്കേണ്ടതില്ല എന്ന് ട്രൈബ്യൂണലിന് ഓർഡർ ഇടാം. ആൻഡ് the central government may appoint another auditor. സെൻട്രൽ ഗവൺമെന്റ് തന്ന ആപ്ലിക്കേഷൻ പ്രകാരമാണ് ട്രൈബ്യൂണൽ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ 15 ദിവസത്തിനുള്ളിൽ ട്രൈബ്യൂണൽ ഓർഡർ അടക്കും എന്തെന്ന്, ഇനി അദ്ദേഹം അവിടെ ഓഡിറ്റർ ആയിട്ട് കണ്ടിന്യൂ ചെയ്യേണ്ടതില്ല, അവിടെ പുതിയൊരു ഓഡിറ്ററെ സെൻട്രൽ ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്തോളൂ എന്ന് ട്രൈബ്യൂണലിന് ഓർഡർ അടക്കാനുള്ള അധികാരം ഉണ്ട്. An auditor, whether individual or a firm against whom the final order has been passed by the tribunal under this section, ഏതെങ്കിലും ഒരു ഇൻഡിവിജ്വലിനോ, അതായത് ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റിനോ അല്ലെങ്കിൽ ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഫേമിനെതിരെയോ ഇങ്ങനെ ഒരു ഫൈനൽ ഓർഡർ ട്രൈബ്യൂണൽ ഇറക്കി കഴിഞ്ഞാൽ, he shall not be eligible to be appointed as an auditor of any company. വേറൊരു കമ്പനിയുടെയും ഓഡിറ്റർ ആവാൻ പിന്നെ അദ്ദേഹത്തിന് പറ്റില്ല for a period of
5 years from the date of passing the order. ആ ഓർഡർ വന്നിട്ട് 5 വർഷം വരെ അദ്ദേഹം തേരാപാര നടക്കണം. ഒരു കമ്പനിയുടെയും ഓഡിറ്റർ ആവാൻ അദ്ദേഹത്തിന് പാടില്ല. തെക്ക് വടക്ക് സർവീസ്. And also the auditor shall be liable for action under section 447. കുറെ ഫൈന്, പെനാൾട്ടി, പിന്നെ ചില ഫ്രീ ഫുഡ് ആൻഡ് ലോഡ്ജിങ്ങും എല്ലാം ഉണ്ട്. ഓക്കെ, ജയിൽവാസം വരെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സെക്ഷൻ 447 പറഞ്ഞിട്ടുള്ള എല്ലാ സംഭവങ്ങളും അദ്ദേഹത്തിന് അപ്ലിക്കബിൾ ആവുകയും ചെയ്യും. അദ്ദേഹത്തിന് ഇനി ഒരു കമ്പനിയിലും ഓഡിറ്റർ ആവാൻ പറ്റില്ല ഫോർ എ പീരീഡ് ഓഫ് 5 years. And also he shall be liable for action under section 447. ബാക്കി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ നോക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബട്ടൺസ് പ്രസ് ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം അറിയിക്കുക. നമുക്ക് പുതിയ പുതിയ വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.